ചേർന്നിടാൻ നീ വന്നേ, ഈണങ്ങൾ മുഴുവൻ വീണയിൽ നിന്നൊഴുകി, വിരലാൽ അഴകെ ഞാൻ തഴുകുന്നേ. മേലെ വാനിൽ വന്നതാരോ മാറിവില്ലോ, ഏഴുതിരിയിട്ട സ്നേഹനീലത്തെല്ലോ, 100 മണി മുത്തു കിളുങ്ങുന്നുവല്ലോ. ഏതു നേരവും ഞാൻ നിന്റെ മാത്രമല്ലോ. ഇളം കാറ്റായി ഇടം നെഞ്ചിൽ കടന്നെത്തി നീ വന്നു ചേർന്നേ. സ്വർണ്ണത്തുമ്പി വർണ്ണത്തുമ്പി പോരു നാണത്തുമ്പി, നീ വരുവാനായി നോക്കിയിരുന്നേ മണിമാരൻ. സ്വർണ്ണത്തുമ്പി വർണ്ണത്തുമ്പി പോരു സ്നേഹത്തുമ്പി, താമരയിതളിൻ താലി കൊരുത്തേ മണിമാരൻ. കയ്യെ കയ്യെ പോരു പുലരി പെണ്ണാളെ, കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ മോഹമായി, ഞാനും നീയും ചേരും കാലം വന്നല്ലോ. ഇന്നാണല്ലോ കല്യാണത്തിൻ നേരമായി. മാഷെ ഹലോ. ആ പെൺകുട്ടി അമ്പലത്തിൽ കണ്ടു. അത് കഴിഞ്ഞ് എന്തായിരുന്നു ആ മാരേജ്? എങ്ങനെ? ആ റൊമാൻസ് എങ്ങനെ? ചേച്ചേ, ഞങ്ങളിതൊരു മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടാളും മാരേജ് ചെയ്ത് എങ്ങനെയുണ്ടായിരിക്കും ഞാനൊന്ന് ആലോചിച്ച് നോക്കിയതാ. പെൺകുട്ടികൾ മാരേജ് കഴിഞ്ഞ് അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് അറിയോ നിനക്ക്? അല്ലല്ല, അവളെന്റെ ലൈഫിലേക്ക് വന്ന അങ്ങനെ തന്നെ ആയിരിക്കും എനിക്കറിയാം. ഞാനല്ല അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, നല്ല പക്കയായിട്ട്. കംപ്ലീറ്റ് ആണുങ്ങൾക്കും ഇങ്ങനെ നിന്നെ പോലെ ഫാന്റസി ഉണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ എങ്ങനെയും ചാടിപ്പോയി തന്നെ മാരേജ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗീതയെ കാണുന്നത് പിന്നീട് എപ്പോഴാണെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്റെ പെങ്ങൾക്ക് പെട്ടെന്ന് കല്യാണം ഫിക്സ് ആയത്. എനിക്കപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇനി അങ്ങോട്ടുള്ള എന്റെ ദിവസങ്ങളെല്ലാം നല്ലതായിരിക്കുമെന്ന്. ഞാൻ പെങ്ങളുടെ എൻഗേജ്മെന്റിന് വേണ്ടി നാട്ടിലേക്ക് പോയത്. ഇവിടെ തന്നെ ആയിരിക്കണേ. പ്ലീസ് സഹായിക്കണേ പ്ലീസ്. എക്സ്ക്യൂസ് മീ. സി തദികിണ തകജണു തദികിണ തകജണു തരികിണ തദരിണ തദികിണ ആനന്ദം. ഇനി മുതൽ ഇവരുടെ പുലരികളിരവുകൾ, അതിൽ നറുമലരുകൾ തളിരിടും ആനന്ദം. എന്താടാ കരടി, ജോക്കർ കിട്ടിയോ? നീ ഉണ്ടല്ലോ ഇവിടെ, പിന്നെ വേറെ ജോക്കർ എന്തിനാ? ഹലോ, എന്താടാ? രാമകൃഷ്ണ, ആ പെണ്ണിന്റെ ബസ്സിൽ കയറിടാ. ഏത് പെണ്ണാടാ? അവള് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ? അവള് നിന്റെ ബസ്സിൽ കയറി എങ്ങനെയാടാ? അറിയില്ലടാ, എന്റെ തൊട്ടടുത്തുണ്ട്. എന്റെ കൈയും കാലും പറക്കിയാളിയാ. അത് പാടില്ല. കാലും കൈയും മാത്രം തീരെ അനങ്ങാതെ നോക്കണം. ഫസ്റ്റ് നീ ആ പെണ്ണിന് മുമ്പിൽ നല്ല ഡീസന്റ് ആയിട്ട് പെരുമാറി അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ നോക്ക്. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണ്ടി വന്നാ കുറച്ച് കള്ളമൊക്കെ പറഞ്ഞോ, അതിൽ കുഴപ്പമൊന്നുമില്ല. കള്ളം പറയാനൊന്നും എനിക്ക് അറിയില്ലടാ. പറഞ്ഞാലും വലിയ സത്യവാനാണല്ലോ. എന്നൊരു കാര്യം ചെയ്യപ്പോ, ബസ് ഒരു സൈഡ് നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞിട്ട് ആദ്യം ഇറങ്ങി നീ വീട്ടിലോട്ട് വാ. 1-2 മാസം കൊണ്ട് കള്ളം പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിനക്ക് തിരിച്ചു പോയ പെണ്ണോട് കള്ളം പറയാലോ. അതുവരെ അവള് ഇതിലിരിക്കോടാ. തലയ്ക്ക് വെളിവില്ലാതായിപ്പോ എന്താ ചെയ്യുന്നേ? നീ ആദ്യം ഫോൺ വെച്ചേ, ഞാൻ അടിക്കട്ടെ.
വിജയ് ഗോവിന്ദ്. സോറി? വിജയ് ഗോവിന്ദ്. ഞാൻ മുമ്പൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കുട്ടിയെ, അന്ന് അമ്പലത്തില്. എന്താ പേര്? കുട്ടിയുടെ പേര്? കമലമ്മ. കമലമ്മ. ഒരു ട്രഡീഷണൽ നായ. മുത്തശ്ശിയുടെ പേരിട്ടതാവൂല്ലേ? ഇപ്പൊ ഇയാൾ എങ്ങോട്ടാ പോകുന്നത്? കാശ്മീർ. കാശ്മീരോ? ഈ ബസ് കാക്കനാട് വരെയല്ലേ ഉള്ളൂ മാഡം? അല്ലേ? പിന്നെന്തിനാ ഈ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ്? പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. എടാ അവൻ വിളിക്കുന്നു, എന്റെ കൈ ഫ്രീ അല്ല, നീ സ്പീക്കർ ഓൺ ചെയ്. പറയടാ. അവള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നടാ. കാര്യമായിട്ടൊരു റെസ്പോൺസും ഇല്ലടാ. അറ്റ്ലീസ്റ്റ് ഒരു ഐ കോണ്ടാക്ട് പോലും ഇല്ലല്ലേ? എല്ലാം നോട്ടീസ് ചെയ്യടാ. ഒരു 5-10 മിനിറ്റ് നീ ഇവിടെ ഒന്ന് ഒബ്സർവ് ചെയ്യേ. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. കിട്ടിയാതെ പിടിച്ചങ്ങ് കേറിക്കോ. ഒന്നും നോക്കണ്ട, പിന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിക്കോളും. നീ സമാധാനായിട്ടിരിക്കടാ. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേ. യു ക്യാൻ ഡു ഇറ്റ് ഡാർലിംഗ്. ഓൾ ദി ബെസ്റ്റ്. ഹായ് ക്യൂട്ടി. പഞ്ചാര കിട്ടി. ചക്കട്. എന്താ എന്ത് പറ്റിയടാ? ഇല്ല ഒന്നുമില്ല. കരണ്ട കേട്ടോ. എന്താ കാട്ടിയത്? പെട്ടെന്നാണല്ലോ മോള് കരഞ്ഞ്. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞുള്ളൂ. അത്രല്ലേ ഉള്ളൂ അല്ലേ? ചേച്ചി മോളും തന്നെ ഞാൻ എടുക്കാം. എന്താണ് മുത്തേ? തക്കിടു. എന്താടാ? ഇപ്പൊ വിഷമം മാറിയാ? അമ്മയുടെ അടുത്ത് പോയ അങ്ങനെ. മോക്കങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കുറച്ചേരം കയ്യിലിരുന്നോട്ടെ. ശരി. നിനക്ക് മാനസില്ലേ? ഞാൻ കുറച്ച് ബിസിയാണെന്ന് അറിയില്ലേ? എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഒരു ഹായ് പറയുന്നതാണോ തെറ്റ്? എന്റെ വിലപ്പെട്ട ടൈമാണ് നീ വേസ്റ്റ് ആക്കുന്നത്. കാണിച്ചു തിന്നു ഞാൻ. ആളിത്തിരിയേ ഉള്ളൂ. കരയുന്ന കണ്ടില്ലേ? ചീവീടിനെ പോലെ. ചേച്ചി പാല് കുടിക്കാനാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് എങ്ങനെ കരയുന്നത്? ഒന്ന് ഫീഡ് ചെയ്ത് നോക്കി. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുറച്ചേരം പാല് കൊടുക്കാമോ? എന്താ ചേച്ചി പറയുന്നത്? ഞാനെങ്ങനെ പാല് കൊടുക്കാനാ? അയ്യോ അങ്ങനെയല്ല, ബോട്ടിൽ തരാം. ഓക്കെ, ഞാൻ വെറുതെ. എന്താണെന്ന് അറിയില്ല, എന്നെ കണ്ടാലുടനെ കുട്ടികൾ പെട്ടെന്ന് എന്നോട് അങ്ങ് അടുക്കും. യു നോ വൺ തിങ് മാഡം, പിള്ളേരെയും പ്രായമുള്ളവരെയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടം. നിങ്ങൾ കുട്ടികളെ കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എത്രയും മക്കള്? മാഡം എന്തായി പറയുന്നത്? ഐ ആം ദ മോസ്റ്റ് എലിജിബിൾ ബാച്ചുലർ ഇൻ മൈ ഏരിയ. ഓ, ഹലോ ചേച്ചി, കുഞ്ഞുറങ്ങി. ഇനി അങ്ങ് എടുത്തോ. ആ, വെറുതെ ആവശ്യമില്ലാത്ത ഡൗട്ട് ഉണ്ടാക്കാൻ. അതെ. മാഡം, നിങ്ങൾക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. മടിക്കണ്ട, പറഞ്ഞോളൂ. എനിക്കൊന്ന് വാഷ്റൂമില്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒന്ന് കൂടെ വരാമോ? എന്നുവെച്ചാ വാഷ്റൂമിന്റെ ഡോറ് ശരിയല്ല. പിന്നെ കുറെ പേര് അവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. കുറച്ച് അൺഈസി ആയതുകൊണ്ട് പ്ലീസ് ഡോണ്ട് മൈൻഡ്. അതൊന്നും കുഴപ്പമില്ല, വന്നോളൂ. വരും. ചെല്ലു മാഡം, ചെല്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ? ലവറ അല്ല, ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. ശരിക്കും ട്രൈ ചെയ്യ്. നല്ല മാച്ചിങ് ആണല്ലോ. താങ്ക്സ്. ബൈ ബൈ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, അവിടെ ഒന്ന് ക്ലിയർ ചെയ്താൽ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താടാ വാഷ്റൂമിൽ പോകാൻ കൂട്ടു വിളിച്ചെന്നോ? ഒരു പെഗൊഴിടാ. അതേടാ, ഞാനൊരുമാതിരി വല്ലാതായി പോയടാ. എടാ മച്ചാനെ, ഐ തിങ്ക് ഷീ ലവ്സ് യു. ഷീ ഈസ് ട്രസ്റ്റിംഗ് യു എ ലോട്ട്. മാഡ്ലി ഷീ ഫെൽ അളിയാ.
ഒന്ന് പോടാ, ഈ ചെറിയ കാര്യത്തിന് ലവോ? ഇവനോട് ഇതെങ്ങനെയാ പറയുന്നത്? ശരിടാ, അവള് വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്ന് നിന്നോട് താങ്ക്സ് പറഞ്ഞ അവൾക്കൊരു ഫോമലായ ഫീലേ ഉള്ളൂ. എന്നാലോ ചെറിയൊരു സ്മൈലോടെ പോവാണെങ്കിലോ അവള് നിന്റെ സ്വന്തമായതുപോലെ. ഷീസ് ബാഡ്ലി ലവ് വിത്ത് യു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റിയാക്ഷൻ ഫോൺ വിളിക്കാം, ഞാൻ പിന്നെ വിളിക്കാം. അവിടെ ഇറങ്ങി. തുഴഞ്ഞിതാ പോകുവാൻ സമയമാ സമയമാ തളിരിടാ നേരമാ. ഞാൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചെറു ചിരിയുമായി ഒരു നറു ശരമെന്ന പോ ഇതുവഴി മൂളി വന്നേ പ്രണയമഴവില്ലേ നിലാതോണി കിനാതോണി തുഴഞ്ഞിതാ പോകുവാ സമയമാ സമയമാ തളിരിടാ നേരമാ. മോനെ, എന്താ? പുറകിലത്തെ കുലുക്കം കൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല മോനെ. മോൻ അവിടെ പോയിരുന്നിട്ട് ഈ സീറ്റ് എനിക്ക് തരാവോ? ഒന്ന് പോയെ. ഇത്രയും നേരം ഒരു കൊച്ചു കാന്താരി എന്റെ സമയം കളഞ്ഞത്, ഇപ്പൊ നിങ്ങളോ? പോയെ. അതെന്താ മോനെ, ഞാൻ പ്രായമായതല്ലേ. എന്തിനാ പ്രായമായത്? എന്തിനാ പ്രായമാവാൻ പോയെന്ന് എന്റെ കുഴപ്പം കൊണ്ടാണോ? കുറെ കാലം മുമ്പ് ജനിച്ച നിങ്ങളുടെ ബാക്ക്ലക്ക്. പോ അവിടുന്ന്, സ്വന്തം സീറ്റിൽ പോയിരുന്നാ മതി. എന്താ? എന്തു പറ്റി? വേറെ ആരോടെങ്കിലും പോയി ചോദിക്കും. അല്ല മോളെ, ഞാൻ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല. അതായത് അമ്മൂമ്മയുടെ സീറ്റ് ബാക്കിലായതുകൊണ്ട് വല്ലാതെ കുലുങ്ങുന്നുണ്ടെന്ന്. ഇവിടെ ഇരുന്നോളം ഞാൻ പറഞ്ഞപ്പോ അത് വേണ്ടെന്നാ പറയുന്നത്. അമ്മൂമ്മ ഈ സീറ്റിലിരുന്നോ, നല്ല സുഖമാ. ഇവിടെ ഇരുന്നോ, ഇരുന്നോ, സുഖിച്ചോ. ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് ഞാൻ ഈ തള്ളെ കൊല്ലും. എന്തു പറ്റി മേഡം? അവര് വല്ലാതെ കൂർക്കം വലിക്കുന്നുണ്ട്. ശരിക്കും ഡിസ്റ്റർബിങ്. ഐ വാണ്ട് ടു സിറ്റ് ഹിയർ. അയ്യോ അതിനെന്താ, വാ ഇവിടെ ഇരുന്നോ. If you don't mind, can I rest my head, please? അയ്യോ അതിന് പ്ലീസ് എന്തിനാ മാഡം? കിടന്നോളൂ മാഡം, കിടന്നു. എന്താടാ നീ ഇതുവരെ പെണ്ണോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ? അത് ഇതിൽ കൂടുതൽ ഏത് പെണ്ണാടാ ഓപ്പൺ ആവുന്നേ? അവൾ നിന്റെ ബസ്സിൽ ഒത്തു കിട്ടുന്നു, ഒരുമിച്ച് തിരിക്കുന്നു, അവൾക്ക് വാഷ്റൂമിൽ പോവാൻ കൂട്ടു വിളിക്കുന്നു. ഇപ്പൊ നീ ബാക്ക് സീറ്റിലേക്ക് പോയപ്പോ അവളും അവിടേക്ക് വന്ന് തൊട്ടടുത്ത് കിടക്കുന്നു. ഇനി എന്താണ് നിനക്ക് വേണ്ടത്? അധികം പരിചയമൊന്നുമില്ലാത്തൊരു പെണ്ണിനോട് എങ്ങനെയാണ് ഐ ലവ് യു എന്ന് പറയുന്നത്? പറയാൻ പറ്റില്ലേ? എന്നൊരു കാര്യം ചെയ്, ലിപ്പിലൊരു കിസ് കൊടു. എടാ നെഞ്ചിലാ നിനക്ക്. എന്താടാ നീ അവളെ ലവ് ചെയ്യുന്നു എങ്ങനെ പിന്നെ അവൾ അറിയൂടാ? ഒന്നില് വാക്കുകൊണ്ട് പറയണോ, ഇല്ലെങ്കിൽ ഫിസിക്കലി അറിയിക്കണം. വേറെ കുഴപ്പമില്ല, കിസ് അടി. ചെറ്റത്തരം പറഞ്ഞ ഞാൻ നിന്നെ പഞ്ഞിക്കിടും. അവള് നിന്റെ അടുത്തേക്ക് വന്നത് ആ പർപ്പസ് തന്നെയാടാ. ഷീസ് വെയിറ്റിംഗ് മച്ചാ. ഈ ചാൻസ് മിസ് ചെയ്താ പിന്നെ ആ പെണ്ണ് നിനക്ക് ഇതുപോലെ കിട്ടത്തില്ല. ഒന്നും പറയണ്ട, 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ വിളിക്കുമ്പോ ഒരു ഗുഡ് ന്യൂസ് തരണം.
ഞാനെങ്ങനെ എങ്ങനെ പെരുമാറിയത്? ഇത് ശരിയല്ല. എങ്ങനെയെങ്കിലും ഇവളുടെ നമ്പർ കിട്ടുവാണെങ്കിൽ പ്രോപ്പർ വേയിലൂടെ അപ്രോച്ച് ചെയ്യാം. അതാ കറക്റ്റ്. എപ്പോഴും ഇങ്ങനെ അടുത്ത് കിട്ടണമെന്നില്ലല്ലോ. ഒരു സെൽഫി എടുത്തില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം. പ്ലീസ് മാഡം, മാഡം മാഡം ഞാനിത് മനഃപൂർവ്വം ചെയ്തല്ല മാഡം. ഞാനൊരു സെൽഫിക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോ അറിയാതെ. മാഡം പ്ലീസ് മാഡം, ക്ഷമിക്കണം മാഡം. മാഡം പ്ലീസ്. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ നീ? ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലേ? You bloody idiot. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം നിനക്ക്. മാഡം മാഡം ഞാൻ അറിയാതെ ചെയ്തു പോയാ മാഡം. ആരാടാ? പെങ്ങളെ വിളിക്കുന്നു. ആ ഗീത. ഏട്ടാ. ഗീത എന്തു പറ്റി? അറിയോ? ഓക്കെ. നോട്ട് ഓക്കെ ഏട്ടാ. എന്തു പറ്റി? എന്തു പറ്റിയെന്ന്? ബസ്സിൽ വെച്ചൊരുത്തൻ എന്നോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു. എന്താ ചെയ്തേ? എന്താ അവൻ ചെയ്തേ? എന്നെ കിസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തു ഏട്ടാ. ഹലോ ഏട്ടാ, ഏട്ടാ. എടാ ഗിരി, ഗിരി ഗീതയ്ക്ക് ഫോൺ ചെയ്യേ, ഗീതയ്ക്ക് ഫോൺ ചെയ്യേ. വേഗം വേഗം. മാഡം ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല മാഡം. അറിയാതെ പറ്റിപ്പോയതാ മാഡം. എന്റെ ക്യാരക്ടർ അങ്ങനെയല്ല മാഡം. മാഡം പ്ലീസ് മാഡം, സംഭവിച്ചു പോയതാ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മാഡം. പ്ലീസ് മാഡം. മാഡം സോറി മാഡം. ഹലോ. എവിടെയുണ്ട് അവൻ? എവിടെയുണ്ടെന്ന് പറ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക. വേണ്ട ഏട്ടാ, ഇവന് വേണ്ടി ഏട്ടൻ എന്തിനാ വരുന്നത്? ഞാൻ കൊണ്ടുവന്നോളൂ ഇവനെ. രാവിലെ ആലഞ്ചോട് ജംഗ്ഷനിൽ ഇവന്റെ ഡെഡ് ബോഡി കാണണം എനിക്ക്. വാ കൊണ്ടുപോവനെ. കാലും കൈയും കെട്ടി കുഴിച്ചു മൂടി ഞാൻ അച്ഛത്തെ. മാഡം പ്ലീസ് മാഡം, ഞാൻ അറിയാതെ ചെയ്തു പോയ മാഡം. മാഡം എന്റെ അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞത് സഹിക്കാൻ പറ്റില്ല മാഡം. ചങ്കുപൊട്ടി മരിക്കും മാഡം. മാഡം എപ്പോഴാണ് ബസ് അവിടെ എത്തുന്നത്? രാവിലെ 6 മണിക്ക് എത്തും. അവിടെ ഇട്ട് തീർക്കണം അവനെ. ഡേയ് നമ്മുടെ പിള്ളേരോടൊക്കെ ആലഞ്ചോട് ജംഗ്ഷനിലേക്ക് വന്നതെന്ന് പറ. വാടാ. ഞാൻ ആരോടും അങ്ങനെ തെറ്റ് ചെയ്യാറില്ല മാഡം. അതെ അതെ മനസ്സിലായി. ഈ ബസ് ഒന്ന് അവിടെ എത്തിക്കോട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലാവും എല്ലാം. മാഡം ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം മാഡം. ഞാൻ ഇവിടെ ഇറങ്ങാൻ ഏയ്, എവിടേക്കാ? ഇരിക്കിവിടെ ഇരിക്കാൻ. നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചല്ലേ? എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മനഃപൂർവ്വം ചെയ്തല്ലെന്ന് പറഞ്ഞില്ലേ മാഡം. അങ്ങനെ പോരുത്. മാഡം പ്ലീസ് ഇരിക്കട്ടെ. മാഡം. മാഡം എന്താളിയാ സംഗതി ഏറ്റോ? അവള് ഹാപ്പി അല്ലേ? എന്തിനാ മാഡം ഇങ്ങനെ നോക്കുന്നത്? ഹലോ അറിയാ? ഹലോ. കാലമാണ്. ലേപ്പ് ചെയ്ത് ഏറ്റില്ലടാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലടാ, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. ആ അതെ, ആദ്യം നിന്റെ അളിയൻ എന്നെ ഹാൻഡിൽ ചെയ്തു. ഇപ്പൊ ഞാൻ നിന്റെ അളിയനെ ഹാൻഡിൽ ചെയ്യാൻ പോവാ. രാവിലെ 6 മണിക്ക് ഇവൻ, വൈകിട്ട് 6 മണിക്ക് നീ ചത്തില്ലാന്നുണ്ടെങ്കിൽ എന്റെ പേര് ഗീത നല്ലടാ. എന്റെ അമ്മേ. എടാ 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 എനിക്ക് ഒന്ന് എണീക്കടാ. എന്താ പ്രാന്ത? അവന്റെ ഫോണിൽ ആ പെണ്ണ് എന്നെ കൊല്ലുന്നു. എടാ എടാ കുറിയ, നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്? ആ ബസ്സിൽ കയറി നോക്കടാ. ആരും എണീക്കരുത്. ഇരിക്കിരിക്ക. ആരും ഇറങ്ങാൻ നോക്കണം. ഒരാൾ പോലും പുറത്തു പോകരുത്.
ഗീത, ഡാ, എന്താ അവിടെ ചെയ്യുന്നേ? അറിഞ്ഞോണ്ട് ചെയ്തല്ലെന്ന് പലതവണ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചു. വരുന്നുണ്ട് സാർ, ഒന്ന് പോട്ടെ സാർ. ആരാ? മഹീന്ദ്ര സാർ. ആ പറടാ. രവി, ഗീതയോട് ബസ്സിൽ വെച്ചെടുത്തും കുറച്ച് റോങ് ആയി പെരുമാറിയടാ. ആരവൻ? നിങ്ങളെവിടെ പോ? ഞങ്ങളിവിടെ ആലഞ്ചോടുണ്ട്. ഗീത എവിടെ? എന്റെ കൂടെ ഉണ്ട്. ശരി, ഗീതയും കുട്ടി വീട്ടിലേക്ക് പോക്കോ. 1 മണിക്കൂർ ടൈം തായിരിക്കും. അവനെ നീ എനിക്ക് ഇവിടെ എത്തിച്ചതാ. ഇവിടെ വെച്ച് കൊന്ന് ഇവിടെ തന്നെ ശവാട കാണത്തണം എനിക്ക് അവന്റെ. എടാ, പറയുന്ന അങ്ങോട്ട് മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ പുറത്ത് ആരും അറിയരുത്. നിങ്ങൾ അവിടുന്ന് വേഗം പോവാൻ നോക്ക്. വിനോദേ, കണ്ടിരുന്നു. വിജയ്, വിജയ്, അച്ഛാ, നീ എന്താടാ ഇവിടെ? അത് ഉറങ്ങിപ്പോയച്ചാ. ബസ് ഇറങ്ങേണ്ട സ്റ്റോപ്പും കഴിഞ്ഞുപോയി. പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഞാൻ നടന്നു വരികയായിരുന്നു. അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒന്നുമില്ല അച്ഛാ. എന്നാ കേറ്. എന്താടാ നീ പേടിക്കാത്ത? ഓ, പേടിക്കണായിരുന്നല്ലേ? ശരി, ഞാൻ പുറത്തു പോയിട്ട് ഒന്നുകൂടെ വരാം. നീ പേടിപ്പിക്കാം, ഞാൻ പേടിക്കാം. നീ എന്താ എന്നോട് ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? അയ്യോ, ഈ ഡ്രസ്സിൽ എന്താ ചെളി പറ്റിയിരിക്കുന്നേ? നല്ല തലവേദന ഉണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ആന്റി, ഹായ്ഡാ. ഇനി ഞാൻ എടുക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല. ഓക്കെ. അങ്ങനെ നീയും ഒടുവിൽ കല്യാണം കഴിക്കാൻ പോകുന്നു. ടണ്ടടാ. ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇന്നലെ വന്നപ്പോഴേ തരണമെന്ന് വിചാരിച്ച. അമ്മയെ കാണുന്ന പോലെ ഉണ്ട്. എന്തുപറ്റി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എണീറ്റ്. എന്തു പറ്റിയടാ? ഇപ്പഴെന്തോ ഒരു മാറ്റം. നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നീ എന്നോട് എപ്പോഴും ചിരിച്ചോണ്ട് സംസാരിക്കാറുള്ളായിരുന്നു. പിന്നെന്തിനാ എന്നോട് അങ്ങനെ പെരുമാറിയത്? എന്തോ നടന്നിട്ടുണ്ട്. ഒന്നുമില്ലടാ. എന്നോട് അങ്ങനെ ഒളിക്കൊന്നും വേണ്ട. സത്യം പറ, എന്തോ ഉണ്ടായത്? നിന്റെ വുഡ് ബി എന്നെ ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ നീ സെലക്ട് ചെയ്തില്ലേ? അതുകൊണ്ടാ വിഷമം തോന്നി, വേറൊന്നുമില്ല. എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഞാനും കണ്ടൊന്നുമില്ല. അച്ഛനാ പോയി കണ്ടത്. നല്ല ബന്ധമാണെന്ന് പറഞ്ഞു. ഞാനങ്ങ് സമ്മതിച്ചു. എന്റെ പൊന്നു പെങ്ങളല്ലടാ നീ. ഇനി ഞാൻ ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. എന്താ പോലെ? മോനെ, നിങ്ങളെല്ലാം അങ്ങോട്ട് പോയി. നമസ്കാരം ആന്റി. ഇതെന്റെ മോൻ വിജയ്. സുഖമല്ലേ? ഇതാ അളിയൻ. ഹായ് അളിയ. ഏട്ടാ, ഈ ചെയ്യുന്നിട്ടോ. ഈ ഡ്രസ്സിന് മാച്ചിങ്ങാ.
കൈ എന്താ പറിക്കുന്നത്? അത് പിന്നെ രാത്രി മുഴുവൻ AC ബസ്സിൽ യാത്ര ചെയ്ത് വന്നതല്ലേ, അതിന്റെയാ. ഒരു ചെറിയ കാര്യം മതി അവന്, അല്ലടാ. അച്ഛാ, ഇപ്പൊ ആരെങ്കിലും ചോദിച്ചോ ഞാൻ ബസ്സിലാണോ ട്രെയിനിലാണോ വന്നത്? ഏത് ബസ്സിലാ വന്നത്? അല്ല, അത് പിന്നെ അതെ, ഇവൻ എപ്പോ യാത്ര ചെയ്താലും മേഘന ട്രാവൽസിലേ വരാറുള്ളൂ, വേറെ ഒരു ട്രാവൽസും പറ്റില്ല. അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്കൊന്ന് സംസാരിക്കണ്ടേ? ഞാൻ സംസാരിക്കട്ടെ. ഞങ്ങൾക്കും പേഴ്സണലായിട്ടൊന്ന് പരിചയപ്പെടാം. എന്നാ സംസാരിക്കും. എവിടെ ഇന്നലെ ബസ് ഇറങ്ങിയത്? അത് ഉറങ്ങിപ്പോണ്ട്. അതെന്ത് പറയാനാ, ഇവൻ എപ്പോഴും സിറ്റിയിൽ വന്നിറങ്ങിയിട്ട് വലിയ ആഘോഷത്തോടെ വീട്ടിലേക്ക് വരാറ്. ഈ പ്രാവശ്യം എന്തോ പാടത്തെ വീണ് ചെളിയും പറ്റിയാ വന്നത്, ഉറങ്ങിപ്പോയെന്നാ പറഞ്ഞു. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല സാറേ, എന്താ പറഞ്ഞത്? വേറൊന്നുമല്ല സാറേ, ഇന്നലെ ഗീത മോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രാത്രി മോളെ ബസ്സിൽ വെച്ച് ഒരുത്തൻ ശല്യം ചെയ്തെന്നു. അത് നിങ്ങളുടെ മോനാണോ എന്ന് ഇവന്മാർക്കൊരു ഡൗട്ട് പോലെ. ഇല്ല മോനെ, എന്റെ ജീവനും പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം എന്റെ മക്കളാ. നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയാം. മനസ്സിന്റെ ദൗർബല്യങ്ങൾക്കിടയിലുള്ള സംസ്കാരം എന്താണെന്ന് ഞാനവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കത് നന്നായി അറിയാം. എന്റെ മോൻ തെറ്റ് ചെയ്യില്ല. ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ അത് ഈ ഭൂമിയിലെ എന്റെ അവസാന ദിവസമായിരിക്കും. ക്ഷമിക്കണം, വിജയ് അങ്ങനെ ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ഇന്നലെ മുതലുള്ള ഒരേ ടെൻഷനിൽ ആരെയൊക്കെ സംശയിച്ചു. പ്ലീസ് ദയവ് ചെയ്ത് മറ്റൊന്നും വിചാരിക്കരുത്. പ്ലീസ്, ഓക്കെ അല്ലേ? അച്ഛാ, മുത്തച്ഛാ, നിങ്ങൾ അങ്ങോട്ട് ഒന്ന് ചടങ്ങുകളൊക്കെ ചെയ്യേ. മുത്തശ്ശി അങ്ങോട്ട് ചെല്ലേ, നീ വാ. എന്താ സമാധാനമായില്ലേ? ഇനി എന്താ വേണ്ടേ? മാഡം, മാഡം ചെയ്ത ഒരു ചെറിയ സഹായമൊന്നുമില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. വളരെ നന്ദിയുണ്ട് മാഡം. എന്താ നിന്നോട് എനിക്ക് സോഫ്റ്റ് കോർണർ തോന്നിയെന്നാണോ? ഇപ്പോഴും എനിക്ക് നിന്നെ പീസ് പീസായി നുറുക്കണമെന്നുണ്ടടാ. എന്നിട്ടും എന്താ നിന്റെ പേര് പറയാത്തെന്നറിയോ? നിന്നെപ്പോലെ ഒരുത്തന്റെ പെങ്ങളായതിന്റെ പേരിൽ അതിന് ശിക്ഷിക്കണ്ടെന്നോർത്ത് ഇനി ഏതേലും ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നീ നോക്കുന്നത് ഞാൻ കണ്ടാൽ ആസിഡ് ഒഴിക്കും നിന്റെ മുഖത്ത്. ഇനി വേറൊരു പെണ്ണിന്റെ കാര്യം പറയണോ? അമ്മോ, ഈ ഭൂമിയിൽ ഞാൻ ഈ പെണ്ണെന്ന് പറയുന്ന ഒരൈറ്റത്തിനെ ഈ നിമിഷം അതിൽ ഓർക്കുപോലുമില്ല. സോറി മാഡം. അതെ, മാർച്ച് 12 വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തമുണ്ട്. എന്നാ അത് തന്നെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. അല്ലമ്മ, ഈ മാർച്ച് 12 എന്ന് പറഞ്ഞ 2 ആഴ്ചയല്ലേ ഉള്ളൂ. അത്രയും സമയം മതിയാവോ? എല്ലാ കാര്യങ്ങളും നമ്മൾ തീരുമാനിച്ചതല്ലേ, പിന്നെന്തിനാ വൈകിക്കുന്നേ? അത് ശരിയാ. അല്ല സാറേ, നിങ്ങൾ 2 ദിവസം ഒന്ന് ഫ്രീ ആയാ നമുക്ക് ചെന്നൈ പോയി തുണി സ്വർണ്ണങ്ങളൊക്കെ എടുക്കാം. അതിന് നമ്മളാരും ബുദ്ധിമുട്ടുണ്ട്. ഏട്ടന്റെ മാരേജ് ഷോപ്പിംഗ് എല്ലാം തനിയെ ചെയ്തോളാമെന്ന് എന്റെ മോള് നേരത്തെ അഗ്രിമെന്റ് ചെയ്തിരിക്കുക. അതല്ല, സാറിന്റെ മോൻ വിജയും അവിടെയാണെന്നല്ലേ പറഞ്ഞത്? താങ്ക്സ്. അതെ, പിന്നെന്താ പ്രശ്നം? അവര് രണ്ടുപേരും കൂടി ആലോചിച്ച് ചെയ്യട്ടെ. ശരി സാറേ, അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ അവൾക്ക് ഞാൻ അച്ഛനെന്നുള്ള പേരേ ഉള്ളൂ. കുട്ടിക്കാലം മുതലേ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന അവനാ. അവളും അങ്ങനെ. അമ്മ മരിച്ചതോടെ അവന്റെ അമ്മയുടെ സ്ഥാനത്ത് അവള്. അവരുടെ ലോകം വേറെ. അതുപോലെ അച്ഛൻ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെയൊന്നുമല്ല അങ്കിൾ. ഞാൻ കൊച്ചുകുട്ടികളെ പോലെ. എന്താ പറഞ്ഞത്? കൊച്ചുകുട്ടിയാണെന്നോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിരുന്നേ 4 പിള്ളേരെ തന്തയായനെ. നിന്റെ പെങ്ങൾക്ക് പകരം നീ കല്യാണം കഴിച്ചാ പോരായിരുന്നു. സാരമില്ല, നീ ഇവളുടെ കൂടെ പോയാ മതി. എല്ലാം അവള് വേണ്ട പോലെ നോക്കിക്കോളും. ശരി മുത്തശ്ശി. വിജയ്, എല്ലാവരുടെയും കൂടി ഒരു സെൽഫി എടുക്കടാ. ഈ സെൽഫി എന്ന് വെച്ചാ ഒരു പഞ്ചപാവല്ലോ ഇവൻ. എന്താടാ ഇത്? പുതിയ കാര്യങ്ങളിലെല്ലാം എപ്പോഴും അപ്ഗ്രേഡ് ആയിരിക്കണ്ടേ? ഇങ്ങനെയായി അങ്ങനെ ജീവിക്കും നീ.
സെൽഫി നല്ല പൊളിയായിരിക്കണം കേട്ടോ. ഇതെന്താണ് ബ്രോ? വഴിയെ പോകുന്ന എല്ലാ ദുരന്തങ്ങളും നിന്റെ തലയിലോട്ട് തന്നെയാണല്ലോ വന്നു കേറുന്നത്. ഏതോ ഒരുത്തൻ പറഞ്ഞത് കേട്ട് നീ ഗീതയെ കിസ് ചെയ്തു. എന്താ മാഡം ഇത്? നിങ്ങളും ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഞാനിപ്പോഴെ ഗീതയെ കിസ് ചെയ്തേ. ഓക്കേ ഓക്കേ, അത് കിസ്സായിപ്പോയി. ആ പക്ഷേ അൾട്ടിമേറ്റ് എന്താന്ന് വെച്ചാ നീ ബസ്സിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടു. ഇതത്ര നോർമൽ കോമഡി ഒന്നും അല്ല. ഈ ലോകത്തുള്ള ആമ്പിള്ളേരെല്ലാവരും അതുപോലെ പെൺകുട്ടികളെ പേടിച്ച് ഓടുന്നത് നോക്കി നിൽക്കാനാ ഞങ്ങൾക്കിഷ്ടം. നിങ്ങൾക്കും എന്നെ പോലെ കുറെ ഫാന്റസി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തായാലും സേഫ് ആയില്ലേ? പേടിച്ച പോലൊന്നും ഉണ്ടായില്ലല്ലോ. മാഡം എന്തായി പറയുന്നത്? ഈ ഭൂമിയിൽ പെണ്ണുങ്ങൾ ഉള്ളിടത്തോളം കാലം ആണുങ്ങൾക്ക് എങ്ങനെ സേഫ്റ്റി ഉണ്ടാവാനാ? എന്താ? ഇന്നെന്റെ ബർത്ത്ഡേയാ. ഓ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സർ. വെച്ചോളൂ, അത് സാറിനാ. സർ, ഈവനിങ് പാർട്ടി ടോട്ടിയ മമ്മിയും ഡാഡിയും ഒക്കെ വരുന്നുണ്ട്. സാർ എന്തായാലും വരണം. എന്തിന്? അത് പിന്നെ സാറിന് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ. ഇപ്പൊ എന്റെ മൂഡ് തീരെ ശരിയല്ല. വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ് ഞാൻ. പ്ലീസ് എന്നെ ഇങ്ങനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ. സർ, എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ടും സാറിന്റെ മൂഡ് ഒട്ടും ചേഞ്ച് ആവുന്നില്ല? ഇങ്ങനെ എന്നെ കാണാനല്ലേ സാർ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത്? വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയരുത്. നിന്നെ ഇങ്ങനെ കാണുമെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? പോട്ടെ, അത് വിട്ടേക്ക്. ഇനി ഇങ്ങനെ വേണ്ടതെന്ന് പറ. കൂടുതൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സിലാണോ? ഡ്രസ്സസ്, ചുരിദാസ്, ഐ മീൻ ഏതൊക്കെ പോയിന്റ്സ് സാർ ആഗ്രഹിക്കുന്നെന്ന് പറ. എന്തുകൊണ്ട് എന്നെ ഇഷ്ടമല്ലാത്ത അതെങ്കിലും ഒന്ന് പറ. ഒരു കാര്യം നീ മനസ്സിലാക്കിയോ തുഷാര, നീ ഏത് കോലത്തിൽ വന്നാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഓ, എന്ത് കുടിയാണത്? ചത്തുകൂടാ. ഒന്നും മിണ്ടായിരുടാ. ഇന്ന് എത്ര അടിച്ചാലും കേറില്ല. നീ തന്നെ ഒന്ന് പറയടാ. ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ വിചാരിച്ചോ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ആത്മസുഹൃത്തിന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതിന് എന്നെ കുറ്റം പറയുന്നത് എന്തിനാ? സ്റ്റിൽ ഐ സ്ട്രോങ്ലി ബിലീവ് ഷീ ഈസ് ഇൻ ലവ് വിത്ത് യു. എന്താടാ? അതായത് നീ പറഞ്ഞു പുല്ലേ. ഇന്നലെ വരെ അവളൊരു സ്ട്രേഞ്ചർ ആയിരുന്നു. എനിക്ക് ട്രൈ ചെയ്താൽ ചിലപ്പോ ഭാഗ്യം കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയേനെ. ഇല്ലെങ്കിൽ അതിനുള്ള വേറെ വഴികൾ നോക്കിയേനെ. എടാ, ഇപ്പൊ അവൾ എന്റെ റിലേറ്റീവാ. ജീവിതകാലം മുഴുവൻ ഞാൻ ഫേസ് ചെയ്യേണ്ടല്ലേ. നാളെ ഒരു കാലത്ത് എന്റെ അച്ഛൻ ഈ കാര്യം അറിയാൻ പറ്റോ ചെയ്യുകയാണെങ്കിൽ ആ പേടിയില്ല ഞാനിപ്പോ ജീവിക്കുന്നത്. നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലടാ നീ. ഹലോ ഹലോ, ആരാ? ഞാനാ. ഞാനെന്ന് പറഞ്ഞ ആരാ? എന്താ നിന്റെ അച്ഛനും അമ്മയും നിനക്ക് പേരൊന്നും ഇട്ടിട്ടില്ലേ? ഉണ്ട്. എന്നത് പറഞ്ഞു തൊലക്ക്. പേര് പറയാൻ എന്താ ചമ്മല? ഗീത. മാഡം 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 സോറി മാഡം. മാഡം ആണെന്ന് എനിക്ക് മനസ്സിലായില്ല മാഡം. എന്താ ഈഗോയാ? എന്തിനാ മാഡം? ഫസ്റ്റ് കോൾ ഞാൻ തന്നെ ചെയ്യണോ? എന്താ പറഞ്ഞല്ലേ നിന്നോട് ഒരുമിച്ച് മാരേജിനുള്ള ഷോപ്പിങ്ങിന് പോകണമെന്ന്? പറഞ്ഞാണെങ്കിലും പക്ഷെ എന്റെ കൂടെ വരാൻ മാഡത്തിനോട്ട് കംഫർട്ടബിൾ അല്ലാത്തോണ്ട്. ആ, നിന്റെ സെറ്റപ്പ് എനിക്ക് അറിയാലോ. അതുകൊണ്ട് എന്റെ കൂടെ വരാൻ നീ കംഫർട്ടബിൾ ആവില്ലെന്ന് എനിക്കറിയാം. അയ്യോ ചേച്ചേ, ഞാൻ ഉദ്ദേശിച്ച അതല്ല മാഡം. മോർണിംഗ് 9:30 വന്ന് പിക്കപ്പ് ചെയ്യണം. ശരി മാഡം. മാഡം മാഡം ഒരു മിനിറ്റ്. എന്താ? അത് ഈ നമ്പർ മാഡത്തിന്റെ തന്നെയല്ലേ? ആണെങ്കിൽ അല്ല, സേവ് ചെയ്യാൻ വേണ്ടി ചോദിച്ച. ഓവർ ആക്ടിങ് വേണ്ട. സോറി മാഡം. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഇല്ല. എന്താ കഴിപ്പിക്കാവോ? ഇല്ല മാഡം, ഞാൻ വെറുതെ ചോദിച്ചു. വേറെ? ഗുഡ് നൈറ്റ് മാഡം. ഇഡിയറ്റ്.
എന്തു പറ്റടാ? ഫുഡ് കഴിച്ചോന്ന് ഞാൻ ചോദിച്ചപ്പോഴേ കഴിപ്പിക്കാമെന്ന് എന്നോട് ചോദിച്ചടാ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനൊരു ദിവസം വരൂടാ. അവളെ കല്യാണം കഴിക്കാൻ പറ്റിയ ജീവിതകാലം മുഴുവൻ എന്റെ ഈ കൈ കൊണ്ട് അവൾക്ക് ഇങ്ങനെ വാരി കൊടുത്തിട്ട് അതിന്റെ ബാക്കി ഞാൻ കഴിക്കും. എന്ത് രസമായിരിക്കും. പോട്ടാ വിട്ടേക്കടാ. സൂക്ഷിച്ചു, അല്ലെങ്കിൽ വായി കൂടെ എല്ലാം വെളിയിൽ വരാ. നീ ആ പെണ്ണിനെ കാണാൻ പോവാണെങ്കിൽ കാറിലും ലോറിലും ബുൾഡോസറിലൊന്നും പോയാൽ വർക്കൗട്ട് ആവില്ല. താഴെ എന്റെ ബൈക്ക് ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് പോ. ബോഡിയും ടച്ച് ആയെങ്കിലേ ഫയറിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇനി മേലെ നീ എന്നെ ഉപദേശിക്കാൻ വന്നാൽ നിന്നെ കൊല്ലൂടാ. സോറി, നിർത്തി. സോറി. ഒരു ഉപകാരം ചെയ്യുന്ന വെച്ചപ്പോ എന്റെ അമ്മോ. ബോഡിയും ടച്ച് ആയെങ്കിലേ ഫയറിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. ബോഡിയും ടച്ച് ആയെങ്കിലേ ഫയറിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. സോറി മാഡം, ശ്രദ്ധിച്ചില്ല. പിന്നെ എന്താ ശ്രദ്ധിച്ച? അത് ഞാൻ മനഃപൂർവ്വമല്ല മാഡം. നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോ. ഒരിക്കലും നീ നന്നാവില്ലെന്ന്. ഇല്ല മാഡം, ഞാനിപ്പോ നന്നായി. ഐ എം കംപ്ലീറ്റ്ലി ഡീസന്റ് ആവും. എന്റെ തലവിധിയായിപ്പോയി ഈ ബൈക്ക് കയറേണ്ടി വരുന്നത്. തതികിണ തകജടു തതികിണ തകജടു തരികിണ തകരിണ തതിദിന ആനന്ദം. ഇനി മുതൽ ഇവരുടെ പുലരികളിരവുകൾ അതിൽ നറുമലരുകൾ തളിരിടും ആനന്ദം. എന്റെ അഴകേ, ഇനിയും പരിഭവമോ? എന്നും എന്റെ നിഴലാ, ഇനി നീ പോരാമോ? കണ്ണെത്തുന്നേ നിന്നെ കാണാനായി, കാരെത്തുന്നേ നിന്നെ കേൾക്കാനായി, ഒരു കാണാദൂരം ഒന്നിച്ചിടാനായി. ഹേ കായാമ്പൂവേ, എന്നോടെന്നും കൂടാമോ നീ ചെന്നാത്തൻ? എന്റെ അഴകേ, ഇനിയും പരിഭവമോ? എന്നും എന്റെ നിഴലാ, ഇനി നീ പോരാമോ? ഏട്ടന്റെ മാരേജാ? അതെയോ? അച്ഛനും അമ്മയും കൂടി വിളിക്കാൻ വരാനിരുന്നത്. സാരമില്ല മോളെ, നീ വന്നല്ലോ. പെൺകുട്ടി എവിടെന്നാ? എന്റെ സിസ്റ്റർ ആന്റി, പേര് ശീർഷ. നല്ല അടക്കൊതുക്കമുള്ള കുട്ടിയാ, നല്ല പഠിപ്പുണ്ട്. കൊടുക്കുന്നത് 15 ലക്ഷം ക്യാഷ്, 10 ഏക്കർ ഭൂമി, അതുപോലെ 101 പവൻ സ്വർണ്ണം ഉണ്ട് ആന്റി. അല്ല, പെൺകുട്ടി ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് കിട്ടുമെന്നായിരിക്കും ചോദിക്കുന്നത് ആന്റി, അതുകൊണ്ടാ. ശരി ആന്റി, അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. മോളെ, ഊണ് കഴിച്ചിട്ട് പോവാ. ഇത്ര നേരമായില്ലേ? നല്ല വിശപ്പുണ്ട് ആന്റി, എന്നാ ഇത്തിരി കഴിച്ചേക്കാം. ഹാൻഡ് വാഷ് എവിടെ ആന്റി? ഒരു സംസ്കാരവും ഇല്ല. അവരെ വിളിച്ചോന്ന് വെച്ച് അങ്ങ് കഴിക്കോ? എന്താ മാഡം, ആഹാരം കഴിക്കുന്നതിന് അഭിമാനമൊക്കെ നോക്കേണ്ട കാര്യം എന്താ? ഇനി ഏതെങ്കിലും വീട്ടിൽ വന്നാ അകത്തേക്ക് വരരുത്. എനിക്കൊരു സംസ്കാരമുണ്ട്. പുറത്ത് നിന്നാ മതി. അതിരിക്കട്ടെ, കുടുംബം മൊത്തം എഴുതി തരുന്ന പോലെ പറയുന്ന കേട്ടല്ലോ. വലിയ ബിൽഡപ്പ് ആയിരുന്നല്ലോ അവിടെ. തരുന്നതല്ലേ പറഞ്ഞോളൂ മാഡം. വാ പോവാ. ഇത് കൂടുതൽ ഇനി എന്താ വേണ്ടേ? എന്റെ അഴകേ, ഇനിയും പരിഭവമോ? എന്നും എന്റെ നിഴലാ, ഇനി നീ പോരാമോ?
മിസ്ഡ് കോൾസ്. മാഡം ഫോൺ സൈലന്റ് ആയിരുന്നിട്ട് കണ്ടില്ല. അയ്യോ സോറി സർ, ഡിസ്റ്റർബ് ചെയ്തോ ഞാൻ? അയ്യോ അല്ല, അതുകൊണ്ട് പറഞ്ഞല്ല. ഇത് ഗേൾസ് കോളേജാ? അല്ല, കോ എഡ്യൂക്കേഷനാ. പിന്നെന്താ നിന്റെ ചുറ്റും പെൺകുട്ടികൾ മാത്രം ഇരുന്നത്? ആൺകുട്ടികളില്ലല്ലോ. മാഡം അത് ആൺകുട്ടികള് പെട്ടെന്ന്. ശരിക്കും നിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ജോബ് തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത്. കനകമണി അണികണ കവിതേ കലഹമിനി ഒരു തരികരുതേ കരളിലിനി മുറിവുകൾ വെറുതേ മനസ്സറിയുമോ കടമിഴികൾ എഴുതിയ മയിലേ കളമുരളിയൂതണ കുയിലേ വെറുതെ ഇനി മറയരുതകലേ മധുമഴ തൂകുമോ ജീവിതമൊരനുപമലഹരിയിലേറി ഈ വഴിയിലിരുവരും ഇണയായി പാറി എന്റെ 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 അഴകേ ഇനിയും പരിഭവമോ എന്നുമെന്നും എന്റെ നിഴലായി ഇനി നീ പോരാമോ. നീ നോക്കാം മച്ചാ, നല്ല പൈനാപ്പിൾ പീസ് പോലെ ഉണ്ട്. Hey, you idiot! Rascal! മാഡം, മാഡത്തിനൊന്നും പറ്റില്ലല്ലോ. പ്ലാനിങ് നന്നായിട്ടുണ്ട്. പ്ലാനിങ്ങോ? ഇംപ്രസ് ചെയ്യാന്ന് വിചാരിച്ചോ? നിങ്ങൾ നമിച്ചിരിക്കുന്നു മാഡം. വന്നാട്ടെ. ആ സൈഡിലേക്ക് മാരേജ് ഷോപ്പിംഗ് പറയാ മതി. ഹെൽമെറ്റ് ഇല്ലല്ലോ, വണ്ടി വണ്ടി സർ പ്ലീസ് സർ, എടുക്കാം. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചത്. നമസ്കാരം സാർ, എന്നെ കൂടെ വിളിച്ചു. നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ എടുക്കും. ഞാൻ പോയി എടുത്തു സാർ. നിങ്ങളുടെ പേപ്പേഴ്സ് എവിടെ? പേപ്പേഴ്സ് എടുക്ക് സാർ. ഹെൽമെറ്റ് ഇല്ലേ? പേപ്പർ ഉണ്ട് സാർ. സാറേ വണ്ടി കയറ്റിക്കോ. ഒരു മര്യാദയില്ലല്ലേ? നിന്റെ പേപ്പർ എടുക്ക്. സാർ ഞാൻ പറഞ്ഞൊന്ന് കേൾക്കണം സാർ. എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ട് സാർ, പ്ലീസ് സാർ. അയ്യോ എന്റെ ബൈക്ക് കൊണ്ടുപോലെ സാറേ. സാർ ഒന്ന് പറഞ്ഞു സാറേ, പ്ലീസ് സാറേ. സാറേ എന്റെ ബൈക്ക് കൊണ്ടുപോലെ സാറേ. സാറേ പ്ലീസ് സാറേ. വായിച്ചോ. പേപ്പേഴ്സ് ഒന്നും ഇല്ലാതെയാണോ ബൈക്കും കൊണ്ട് ഇറങ്ങുന്നത്? മാഡം, മാഡം ഇതാ കുടിക്കും മാഡം. പേപ്പേഴ്സ് ഉണ്ടോ? പെട്രോൾ ഉണ്ടോ? ഒരു പെൺകുട്ടിയാണ് ബൈക്കിൽ കൊണ്ടുപോകുന്നുള്ള കോമൺ സെൻസ് ഉണ്ടോ എനിക്ക്? ഇത്ര ഇറസ്പോൺസിബിൾ ആയ ഒരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നിന്നെ വിശ്വസിച്ചിറങ്ങിയതുകൊണ്ട് ഇങ്ങനെ റോഡിൽ കുത്തിയിരിക്കേണ്ടി വന്നേ. പ്ലീസ് അത് വിട്ടേക്ക് മാഡം. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷയാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ മാഡം. മാഡം ഇത് പിടിച്ചോ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. എടാ എന്നാ കൊള്ളാലോ, ഫോൺ ചെയ്ത 10 മിനിറ്റിനുള്ളിൽ കാർ കൊണ്ട് തരാനുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ നിനക്ക്? മാഡം എന്താ ഈ പറയുന്നത്? ഇത് അവന്റെ ഒന്നുമല്ല, എന്റെ കാറാ ഇത്. കാറുണ്ടോ നിനക്ക്? 2 വർഷം കഴിഞ്ഞ് കാർ വാങ്ങിച്ചിട്ട്. പിന്നെ കാറുണ്ടായിട്ട് എന്താ നീ ബൈക്കും കൊണ്ട് വന്നത്? അത് പിന്നെ മാഡം, നമ്മള് വെഡിങ് കാർഡ് കൊടുക്കാൻ വേണ്ടി ചെറിയ വഴിയിലൂടെ ഒക്കെ ബൈക്കിലാവുമ്പോ പെട്ടെന്ന്. നിന്നെ കുറിച്ച് എനിക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഉരുളുന്നത്? മാഡം ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ലോ, നിങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കും. ശരി, ఈవినింగ్ ఆఫీస్కి వచ్చి పికప్ చేసుకో. చిన్న చిన్న పనులున్నాయి. എന്താടാ, എന്താ ഇത്? അമ്മ തന്നോട്ട് എവിടെ തരാൻ പറഞ്ഞു. അവളോ? അത് പോട്ടെ, നിശ്ചയത്തിനാരും വരാഞ്ഞ എന്താ? എന്റെ പെങ്ങളെ കുറിച്ച് ഓർത്തോ നിങ്ങള്? ചെറുപ്പത്തിലെ അവളവന് പറഞ്ഞു വെച്ചാണല്ലോ. എന്നിട്ട് അതേക്കുറിച്ച് വാക്കുപോലും പറയാതെ നിശ്ചയത്തിന് എന്തേ വരാഞ്ഞ് അനുകരിക്കാത്ത എന്തെന്ന്? അവന് ഇഷ്ടമല്ലെങ്കിൽ നിർബന്ധിക്കാൻ പറ്റുമോ? അവരെപ്പോഴാ വന്നത്? എന്താടാ സുഖമല്ലേ? അതൊക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഒരു 10 മിനിറ്റ് ഇപ്പൊ നാട്ടിലാകെ ചില സംസാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്ത് സംസാരമാടാ? വേറെന്താ, വീട്ടില്
പ്രായപൂർത്തി ഒരു പെണ്ണ് നിർത്തിയിട്ട് അവളുടെ ആങ്ങളെപ്പോ കല്യാണം കഴിക്കുന്ന കുറിച്ച് നടന്നു പറയുന്നത്. അത് അവള് പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യാനോ? പിന്നെ കാര്യം എനിക്കറിയാത്തല്ലേ, ഒരുത്തൻ ബേസി വെച്ച് അവളെ കയറി പിടിച്ചില്ലേ, അത് മറയ്ക്കാനല്ലേ ധൃതിയിൽ പോയി കല്യാണം ഒപ്പിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നത്. ആരാടാ അങ്ങനെ പറഞ്ഞത്? എടാ ആരാണെന്ന്? ഞാനാ. എന്താ കൊല്ലു തന്നെ? നീ ഇപ്പൊ എന്നെ തല്ലി, എത്ര പേര് തല്ലുപോലെ? നാട്ടിലുള്ള എല്ലാവരും തല്ലുവോ? നിന്റെ ദേഷ്യമൊക്കെ അവന്റെ ഒന്നിച്ചത് കാണിച്ചു കൊടുക്ക്. അപ്പൊ ഞാൻ പറയാം എന്റെ അളിയനൊരാണാണെന്ന്. ഇതേ മാറ്റം എന്റെ പെങ്ങക്ക ഉണ്ടായെങ്കിലേ അവനിപ്പോ ഈ ഭൂമിയിലേ കാണില്ലായിരുന്നു. നാണം കണ്ടവൻ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യ. മെസ്സ് ക്ലോസ് ചെയ്യും. വാട്ട് ആർ യു ടോക്കിംഗ് മാഡം? എന്റെ കൂടെ പുറത്തു വന്നിട്ട് ഈ മെസ് ഹോസ്റ്റല് എന്തിനാ അതൊക്കെ? ഞാനേ നല്ല ബെസ്റ്റ് ടിഫിൻ വാങ്ങിത്തരാം. എന്റെ അമ്മോ, എനിക്ക് വേണ്ട. അതിൽ വല്ല മയക്കുമരുന്നും ചേർക്കുമെന്ന് ആർക്കറിയാം? മാഡം എന്നെ ഇപ്പോഴും ഇത്രയ്ക്ക് തരംതാണ് ഒരുത്തനായിട്ടാണോ കാണുന്നത്? ഒബ്വിയസ്ലി. നന്നായിട്ട് ഹേർട്ടാവുന്നുണ്ട് മാഡം. അത് വിട്ടേക്ക് മാഡം. ഇന്ന് മാഡത്തിന് നല്ല ബെസ്റ്റ് ഫുഡ് വാങ്ങി തന്നിട്ട് നല്ല ഹാപ്പിയാക്കി സേഫ് ആയിട്ട് ഹോസ്റ്റലിൽ കൊണ്ട് നോക്കാം. പോരെ? മാഡം, നിങ്ങൾ ഇവിടെ ഇരുന്നോ. അവിടെ ഒത്തിരി ആണുങ്ങളുണ്ട്. ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം. ഇത്ര ഡേഞ്ചർ ആവില്ല. നിന്റെ കൂടെ ഞാൻ ഇരിക്കുന്നില്ലേ, അവരെന്നെ എന്ത് ചെയ്യാനാ? ഒന്നും മതിയാക്കും മാഡം. എപ്പോഴും ഒരു ചെറിയ തെറ്റ് ചെയ്ത് പോയതിന്റെ പേരിൽ എന്നെ ഇത്രയ്ക്ക് തരംതാണവനായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. എന്താ ചെറിയ തെറ്റോ? എന്തിനാ മാഡം പിന്നെ അതൊക്കെ പറയുന്നത്? മാഡം ഇവിടെ ഇരിക്കെ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. സാറിന് ട്രഡീഷണൽ ഡ്രസ്സിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പൊ നോക്കാൻ ഇഷ്ടമാവുന്നുണ്ടോ? മാഡം, ഹാബിറ്റ് മാഡം. നല്ല ചൂടാ, കഴിച്ചോ. ആ റെഡ് ചട്നി ഒന്ന് കഴിച്ചു നോക്കിയേ, നല്ല ടേസ്റ്റാ. എനിക്ക് വേണ്ട. എന്നെ വേഗം ഹോസ്റ്റലിൽ എത്തിക്കേ. അതെന്താ മാഡം? വിശക്കുന്നു മാഡം അല്ലേ പറഞ്ഞത്? വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ റീസൺ എന്ന് അറിയാതെ എന്നെ കൊണ്ടുവിടില്ലേ? മാഡത്തിന് എന്താ വാഷ്റൂമിൽ മറ്റു പോണോ? ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഞാൻ വേണേ കൊണ്ടുപോവാം. എന്നെ ഹോസ്റ്റലിലാക്കുന്നോ അതോ ഞാൻ വല്ല ഓട്ടോയും വിളിച്ച് തനിയെ പോണോ? ഇത്ര നാളും നിനക്ക് ബിഹേവ് ചെയ്യാൻ അറിയില്ലെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷെ ഇന്നാ മനസ്സിലായത് നിനക്കൊരു ക്യാരക്ടർ പോലും ഇല്ലാന്ന്. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ പറഞ്ഞല്ലോ മാഡം, അന്ന് നടന്നൊന്നും മനഃപൂർവ്വമല്ല. ഇറ്റ്സ് ആൻ ആക്സിഡന്റ്, യുനോ. മാത്രമല്ല എനിക്ക് സ്ത്രീകളോട് വളരെ റെസ്പെക്ട് ആണ് മാഡം. അത് സാധാരണ റെസ്പെക്ട് അല്ല. നിന്റെ മൊബൈല് കണ്ടാൽ അറിയാം എത്ര റെസ്പെക്ട് ഉണ്ടെന്ന്. എന്റെ ഫോൺ നോക്കിയല്ലേ? ഇതിനെയാണോ മാഡം സംസ്കാരം എന്ന് പറയുന്നത്? ആരുടെ വസ്തുക്കളിൽ തൊടരുത്, തൊടാം. അവരുടെ പേഴ്സണൽ എന്ത്, കംഫർട്ട് എന്ത്, ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരാൾ വിശക്കുമ്പോ ആഹാരം ചോദിക്കുന്നത് മാത്രം സംസ്കാരം ഇല്ലായ്മ അല്ല മാഡം. എന്താ ഉദ്ദേശിക്കുന്നത്? നീയാണോ എന്നെ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്നത്? അങ്ങനെയൊന്നുമല്ല മാഡം. ഐ എം ജസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ തിങ്സ്, ഇവന്റ്സ്. അതായത് ലാസ്റ്റ് 3-4 ഡേയ്സിൽ നമുക്കിടയിൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയായിരുന്നു ഞാൻ. മാഡം എന്നെ ശരിക്കും മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിട്ട്. ശരിക്കും മനസ്സിലാക്കി നിന്റെ മൊബൈല് കണ്ടപ്പോ. അല്ല മാഡം അതിനെ പിന്നെ മൊബൈൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ എന്റെ മൊബൈലുള്ളത്? നോക്കോ, എന്താ നോക്കോ, എന്താ ഉള്ളത് എന്റെ മൊബൈലില്? സാറിന് ട്രഡീഷണൽ ഡ്രസ്സിൽ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പൊ നോക്കാൻ ഇഷ്ടമാവുന്നുണ്ടോന്ന്?
എനിക്കൊന്നും അറിയില്ല മാഡം. പ്ലീസ് മാഡം. മാഡം സത്യമായിട്ട് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല മാഡം. നീ ഇങ്ങനെ ഒരുത്തനാണെന്ന് നേരത്തെ അറിഞ്ഞെങ്കിൽ നിന്റെ ഫാമിലിയുമായിട്ടുള്ള ബന്ധം പോലും സമ്മതിക്കില്ലായിരുന്നു. അച്ഛനോ അമ്മ എങ്ങനെ വളർത്തിയെന്നാ പറഞ്ഞേ? ഒരു മനുഷ്യത്വം ഇല്ല, അഭിമാനവും ഇല്ല, ഒരു ബിഹേവിയറും ഇല്ല, ക്യാരക്ടറും ഇല്ല, ഒന്നുമില്ല. നീ മാത്രമാണോ അത് ഫാമിലി മൊത്തം ഇങ്ങനെയാണോ? ഇങ്ങോട്ട് നോക്കിയേ, എന്നെ പറ്റി പറയുന്ന പോട്ടെ. ഡോണ്ട് ഡെയർ ടു ഗോ നിയർ മൈ ഫാമിലി. ഐ വിൽ. എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെ ചെയ്ത പിന്നെ എന്ത് പറയണം? എന്തു പറയും നീ? എന്തു പറയൂടി? എന്താ എടീന്നു? ആ എടീന്ന്. എടി 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 എടി. എന്റെ വീട്ടിൽ വേലക്കാരാവാൻ പോലും യോഗ്യത ഇല്ലാത്തവരായി പറയുന്നത്. Hey, you are crossing your limits. ഏയ്, ക്രോസ് ചെയ്ത് നീയായിപ്പോ. എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞ വേറെ നീ കേൾക്കേണ്ടി വരും. എന്നുവെച്ചാ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊന്നും എനിക്ക് നേരമില്ല മാഡം. I'm done. And I'm getting off. ഇറങ്ങിക്കോ. ഇറങ്ങാൻ. ഗെറ്റ് ഓഫ്. ഇറങ്ങാൻ. മാഡം നിങ്ങളോട് ഇറങ്ങാനാ പറഞ്ഞേ. ഇനി പൊയ്ക്കോ. ഓട്ടോയിലെ ഏത് കുന്തത്തിലോ കയറി പൊയ്ക്കോ. പോവാൻ. ഏതാ ടീം മാനേജർ മോങ്ങാത്തോലി. ഹലോ, ഹലോ. ആ വിജയ്, ഞാൻ മഹിയ. ഇവിടെ ഇത്ര പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിജയ്, ഹലോ ഹലോ. ആ ഹലോ, അളിയെ പറഞ്ഞോ. ആ വിജയ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടിപ്പോ ഇങ്ങോട്ടെന്താ അളിയെ പെട്ടെന്ന്? നിനക്ക് ആ ബസ്സിൽ വെച്ചുണ്ടായ ഇൻസിഡന്റ് അറിയാലോ? അതാരും അറിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് അതേക്കുറിച്ച് അന്വേഷിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. വെള്ളം. പക്ഷെ അതിപ്പോ നാട്ടിലൊക്കെ സ്പ്രെഡായി. എല്ലാരും വളരെ മോശമായിട്ടാ സംസാരിക്കുന്നത്. ആദ്യം ആ ചെറ്റയെ കൊന്ന അവന്റെ ശവം എന്റെ തോളിലിട്ട് നാട്ടിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാനാണല്ല വിജയ്. 2 ആഴ്ചക്കുള്ളിൽ കല്യാണം നടക്കാൻ പോവല്ലേ? ഇപ്പോ അത് വേണോ? കല്യാണമൊക്കെ വേണമെങ്കിൽ മാറ്റിവെക്കാൻ വിജയ്. ഫാമിലിയുടെ അന്തസ്സാണ് പ്രധാനം. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. ഗീത എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഒന്നും പറയുന്നില്ല. ഈ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണം. Objects are closer than they appear. എന്തായിരുന്നു നിന്റെ റിയാക്ഷൻ പെട്ടെന്ന് നിന്റെ അളിയൻ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോ? എനിക്ക് മുള്ളണമെന്ന് തോന്നിപ്പോയി. എന്താ? അല്ല, അത് മിഡ് നൈറ്റിൽ ഞാൻ റോഡിൽ ഇറക്കി വിട്ടല്ലേ. മാഡം നിങ്ങളോട് ഇറങ്ങാനാ പറഞ്ഞേ. പക്ഷത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും സേഫായിട്ട് ഇവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കാൻ വന്നതാ. ഓഹോ, നിനക്ക് ഗേൾസിന്റെ കാര്യത്തിൽ ഇത്തരം മാനേഴ്സ് ഒക്കെ ഉണ്ടോ? മാഡം, നിങ്ങളുടെ ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പോവാണെന്ന് എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞുള്ളൂ. ഞാൻ അറിഞ്ഞു. അറിഞ്ഞിട്ട് ഇങ്ങനെ കൂളായിട്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു മാഡം? എനിക്കെന്താ പ്രോബ്ലം? ഏട്ടൻ വരുന്ന നിന്നെ കൊല്ലാനല്ലേ? അയ്യോ, എന്താ ഈ പറയുന്നത് മാഡം? നമ്മളൊന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ മാഡം.
നിനക്ക് ഇങ്ങനെ എടുത്ത കിട്ടുകളാ പ്രേമിക്കാൻ. എന്താടാ അതൊക്കെ കുഴപ്പം? എടാ അവള് നല്ല പെണ്ണ. നിന്റെ വൃത്തിയായിട്ട് ഐഡിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. എന്നാ പിന്നെ നിനക്ക് നല്ല ഐഡിയ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ആടാ ആര് പറഞ്ഞാണ് നിന്നോട്? ആര് പറഞ്ഞാ മാറിലുണ്ടെന്ന്? ആര് പറഞ്ഞു പറയടി? ഞാനേ ട്രാഫിക്കിൽ നിൽക്കുക. മനുഷ്യന് വൃത്തിയായിട്ടൊരു മോന്തം കൊണ്ട് ഇറങ്ങിയിരിക്കും. നീ കുറെ ഭേദം. ബേബി ഞാൻ എന്റെ മാർക്കറ്റിംഗ് ഹെഡിന്റെ കൂടെയാണ്. ബാറിൽ തന്നെയാണ് ഉള്ളത്. ദാറ്റ്സ് ഫോർമാലിറ്റീസ് ബേബി, ദാറ്റ് യു നോ. ഐ ഹാവ് ടു സ്പെൻഡ് സം ടൈം. ജോബ് റിസ്ക് അത്. ഓക്കെ ഞാനിവിടെ നിൽക്കുന്നേ. എന്റെ പിന്നിൽ എത്ര കാർ ഉണ്ടെന്ന് നോക്കടി. ലക്ഷ്മി എനിക്ക് ഞാനൊന്ന് പറയട്ടെ. ലക്ഷ്മി ശരിക്കും ഇന്ന് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുണ്ടായിരുന്നു, അറിയോ? ഒന്നേ നീ എന്റെ കരളിന്റെ കുളിരല്ലേ കളിക്കണ്ടാക്കനിയേ പെണങ്ങല്ലേടി ഉമ്മ. അമേരിക്കൻ ആണേലും യൂറോപ്യൻ ആണേലും മലേഷ്യൻ ആണേലും ലേഡീസ് ഇങ്ങനെയാ. അമേരിക്കൻ ആണേലും യൂറോപ്യൻ ആണേലും മലേഷ്യൻ ആണേലും ലേഡീസ് ഇങ്ങനെയാ. ചൈന, കെനിയ, ജോർജിയ, ലിബിയ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ, ഹിന്ദുസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ലേഡീസ് ഇങ്ങനെയാ. പാട്ടെ പാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാനേ പ്രൂഫ്. പാട്ടെ പാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാനേ പ്രൂഫ്. പണ്ട് പെൺകൊടിമാരെ മാലാഖമാരായി വർണ്ണിച്ചില്ലേ. ഇപ്പോൾ അവരാ തെറ്റിനെയോർത്ത് പശ്ചാത്താപം കൊണ്ടുവലഞ്ഞ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചാറ്റിംഗ് ചീറ്റിംഗ് ഹോബി അതാണ്. ഇങ്ങനെയോരോ ആണിൻ ജന്മം ആകെ കുളമായി മാറ്റും പെണ്ണെ. ആണുങ്ങൾക്ക് നല്ലൊരു കാലം വീണ്ടും വരുമ്പോ ബോസേ. So my dear, frustrated to boys. Don't touch those things in contemporary days. വല്ലാത്ത പിരാന്ത്. പാട്ടെ പാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാനേ പ്രൂഫ്. പാട്ടെ പാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാനേ പ്രൂഫ്. പാട്ടെ പാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാനേ പ്രൂഫ്. പാട്ടെ പാട്ടെ ലൈഫ്, പെണ്ണിന്റെ മനസ്സ് ടഫ്, ആണുങ്ങൾ അവരുടെ സ്റ്റഫ്, അതിന് ഞാനേ പ്രൂഫ്. അയ്യോ എന്റെ ചേഞ്ച് ഇല്ല മാഡം. ഉണ്ടോ നോക്കി? എന്റെ കയ്യിലുമില്ല. ക്യാബ് പോയി ഇറങ്ങുമ്പോ കുറച്ച് ചേഞ്ച് ഒക്കെ കരുതണ്ടേ? നോക്ക് മാഡം, 200 ഉണ്ടാവും. മാഡം വെരി ഗുഡ് മോർണിംഗ് മാഡം. ചേട്ടാ എന്താ പ്രോബ്ലം? മാഡം 2000 തന്നെ. എന്റെ ചേഞ്ച് ഇല്ല സാർ. എത്ര തരണ്ട? 200 തിരിച്ചു കൊടുത്ത. മാഡം തന്ന ക്യാഷ് താനാദ്യം തിരിച്ചു കൊടുത്ത. ഓ സാറിന്റെ അല്ലേ? അതൊന്നും വേണ്ട. ഇയാൾക്ക് പൈസ തന്ന ഞാനല്ലേ, അത് കൈവയ്ക്ക. എന്താ ഇത് മാഡം? അന്യരോട് പറയുന്ന പോലെ പറയുന്ന? നമ്മളൊരു ഫാമിലി അല്ലേ? അതായത് എന്റെ അളിയനാകാൻ പോകുന്നത് നിങ്ങളുടെ ഏട്ടനല്ലേ? ഓ വാവ്, റിലേറ്റീവ്സ് അല്ലേ? അതുപോലെ വുഡ് ബി ആണ്. സോ വൈ കാൻ യു അഡ്ജസ്റ്റ് മാഡം? ആരോടോ വുഡ് ബി? ആര് പറഞ്ഞു തന്നോട്? റിലേഷനിൽ പെടുന്നവരെല്ലാം വുഡ് ബി ആവില്ല. ഇങ്ങനെ പറഞ്ഞോണ്ട് വന്നുണ്ടല്ലോ. വേണ്ട ഇഡിയറ്റ്. മാഡം അപ്പൊ ഈ 2000 ഇനി എനിക്കത് വേണ്ട, വെച്ചോ. ഓ താങ്ക് യു മാഡം. എന്താടാ പറഞ്ഞേ? ഒന്നുമില്ല സാർ, മാഡം പോകുന്നു. മാഡം ഒന്നുമില്ലേ? മാഡം 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 പ്ലീസ് മാഡം, സോറി മാഡം. മാഡം
വാ മോളെ. ഏട്ടാ നീ ഒറ്റയ്ക്ക് വന്നേ. ആ 1 സെക്കൻഡ്. വിജയ് കേറി വാ. അല്ല, നിങ്ങൾ ഒരുമിച്ചാ വന്നത്? അല്ലളിയാ, ഞാൻ 4-5 സ്റ്റെപ്സ് പുറകിലായിരുന്നു. കമിൻ സൈഡ്. പറയട്ടെ. അയ്യോ വേണ്ട, എങ്ങനെയും ഒന്ന് മാനേജ് ചെയ്യും മാഡം, പ്ലീസ് മാഡം. ടീ കോഫി? ഇല്ല, ഞാനങ്ങനെ ടീ കോഫി ഒന്നും കുടിക്കാറില്ല അളിയാ. ടീയും കോഫിയൊന്നുമല്ല, കള്ളേ കുടിക്കും. നിനക്ക് വേണോ? ആ കോഫി. വേണ്ട വേണ്ട, ആളി അവിടെ ഇരുന്നോ, ഞാൻ നല്ല അസലായിട്ട് കോഫി ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കി തരാം. ഇതാ മാഡം, ഷുഗർ ഇടാലോ? അല്ലെങ്കിൽ എനിക്കിപ്പോ വേണ്ട. അതെന്താ, നീയല്ലേ വേണമെന്ന് പറഞ്ഞേ? എനിക്ക് വേണ്ട ഏട്ടാ. ഹായ് മഹി. പ്രസാദ് വാടാ. എന്തൊക്കെയുണ്ട്? ഫൈൻഡാ. ആ ഇരിക്കെ. എന്താടി മോളെ, സുഖമല്ലേ? ഫൈൻ. ഇതാരടാ? ആ അത് പറഞ്ഞില്ലല്ലോ, ഇത് വിജയ്, എന്റെ അളിയൻ. ഓ ഹായ്. നാട്ടിലാകെ നാണം കെട്ടറ. എന്നിട്ട് നീ എന്ത് ചെയ്തടാ? ഇൻസിഡന്റ് ഉണ്ടായിട്ട് 10 ദിവസം കഴിഞ്ഞു, അതും ഇവിടെ നമ്മുടെ നാട്ടില്. അവൻ അപ്പോഴേ തീർക്കണ്ടടാ. കുടുംബത്തിന് അഭിമാനമല്ലടാ. ഇതാ, എത്ര വയസ്സുണ്ടാവും അവന്? വിജയ് എത്രയാ? അല്ല, അവന്റെ ഏജ് എനിക്ക് എങ്ങനെ അറിയാവുന്നല്ലേ? ഞാൻ ചോദിച്ചത് നിന്റെ ഏജാ. അത് ഒരു 25 അത്ര ഉണ്ടാവുമല്ലേ? 25 ഉണ്ടാവും ചേട്ടാ. ഐ മീൻ ഇവന്റെ ഏജുമായിട്ട് സെയിം ആയിരിക്കും. നീ വന്നേ. ട്രാവൽസ് ഓഫീസിൽ പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവന്റെ കാര്യം ഫിനിഷ് ചെയ്തിട്ട് നിനക്ക് ഈവനിങ് തിരിച്ചു പോവാം. കിട്ടണോ എനിക്ക് ആ പട്ടിയെ? ഏട്ടാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അർജന്റ് ആയതുകൊണ്ടാ. പോയിട്ട് വാ. ശരി. ഒന്ന് വന്നേ വേണം, നമുക്കൊരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും സംസാരിക്കാനില്ല. മാഡം, ഇന്നലെ നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ പ്ലീസ്. എന്റെ ഫാമിലിയെ പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് കൺട്രോൾ വിട്ടു പോയതാ. ആ, നിങ്ങളുടേത് വലിയ രാജകുടുംബമാണല്ലോ. സോറി സർ. മാഡം മാഡം മാഡം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം മാഡം. ഏട്ടൻ ട്രാവൽ ഓഫീസിലേക്ക് പോകുന്ന ഒന്ന് തടയും മാഡം. ഒന്ന് കോൾ ചെയ്യും മാഡം, പ്ലീസ് മാഡം. അറിയാത്തൊരു ചെറിയ തെറ്റിയത് പോയാൽ ഇത്രയും ടോർച്ചർ ചെയ്യുന്നത് കഷ്ടമാണ് മാഡം. ചെറിയ തെറ്റോ? ആ, ദിവസം ഇങ്ങനെ 10-15 പേരോട് ചെയ്യുന്നവർക്ക് അത് ചെറുതായി തോന്നും. 10-15 പേരോട് എന്താ മാഡം ഇത്? മാഡം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ആ ടൈപ്പ് ഒരാളൊന്നുമല്ല മാഡം. എനിക്കതിന്റെ ബേസിക്സ് പോലും അറിയില്ല മാഡം. അതെയോ? ബേസിക്സ് പോലും അറിയാതെയാണോ ബസ്സിൽ 130-140 സ്പീഡിൽ എന്നെ അറ്റംപ്റ്റ് ചെയ്തത്? അതും ടാർഗറ്റ് മിസ്സാവാത്ത രീതിയിൽ. ആരോടാ നീ പൊള്ളത്തരൊക്കെ പറയുന്നത്? ഹായ് സർ. മേഡം, കഴിഞ്ഞ തവണ വന്നപ്പോ വൈറ്റ് ബെഡ്ഷീറ്റിൽ കുറച്ച് വർക്ക് ചെയ്ത മോഡൽ പറഞ്ഞിരുന്നു. റെഡിയായെങ്കിൽ അതോടെ സെൻഡ് ചെയ്തോളൂ. മേഡം. താങ്ക് യു. മാഡം, ബ്ലാക്ക് അല്ലേ ബെറ്റർ മാഡം? ബ്ലാക്ക് ഒന്ന് എടുത്തേ. ഷട്ട് അപ്പ്. ഏത് കളർ എടുക്കണമെന്ന് എനിക്കറിയാം. വൈറ്റ് തന്നെ പാക്ക് ചെയ്തോളൂ. അതുകൊണ്ടല്ല, വൈറ്റ് ആകുമ്പോ വളരെ പെട്ടെന്ന് അഴുക്കാവുന്ന. എന്തായാലും കല്യാണം കഴിഞ്ഞ് എന്റെ പെങ്ങള് വേണമല്ലോ ഇതൊക്കെ കഴിയാൻ വേണ്ടിട്ട്. അവള് കഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോ ചെറിയൊരു വിഷമം. അതുകൊണ്ടാണോ? ഇത് കന്യാകർമ്മത്തിനാ. ആദ്യം അതെന്താന്ന് മനസ്സിലാക്ക്. അതെങ്ങനെ വാലും തലയില്ലാതെ നടക്കുന്നവർക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? താങ്ക് യു. വാലും തലയില്ലാതെ നടക്കുന്നവര്? ചേട്ടാ, ഈ കന്യാകർമ്മം എന്ന് വെച്ചാൽ എന്താ? മുझे മലയാളം नहीं आता, हिंदी में बोलो. അവള് പറഞ്ഞ മലയാളം പോലും മനസ്സിലായില്ല, പിന്നെ എങ്ങനെയാണോ ഹിന്ദി പോലുന്നത്? ആന്റി, അതിന് തന്നു. താങ്ക് യു മോനെ. കുഴപ്പമില്ല ആന്റി, വാ കേറി. അല്ല ആന്റി, ഈ കന്യാകർമ്മം എന്ന് വെച്ചാൽ അത് പണ്ടത്തെ കാലത്ത് നോക്കിയിരുന്ന ചില കാര്യങ്ങൾ. ആന്റി, വിശദമായിട്ട് കേൾക്കാനൊന്നും സമയമില്ല. കന്യാകർമ്മം എന്താണെന്ന് പറ. എന്ന് വെച്ച കന്യാത്തി തെളിവ്. വൈറ്റ് കളർ ഞാൻ കൺഫേം ചെയ്തോ?
കാര്യം മനസ്സിലായോ? മാഡം ഒന്ന് ചേട്ടന്റെ ഫോൺ ചെയ്യും മാഡം, പ്ലീസ് മാഡം. എന്തിന്? അല്ല, അത് പിന്നെ ബസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. ചേട്ടന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി വെറുതെ ഒരു കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞു. ഉണ്ടായ ഇഷ്യൂനെ കുറിച്ചൊന്നും ആരോടും പറയാം. അത് പെട്ടെന്ന് ചാർട്ട് ചെയ്തേക്കും. ലിസ്റ്റ് റെഡിയല്ലേ? 27 പാസഞ്ചേഴ്സ് ലിസ്റ്റ് എടുത്ത്. ഇയാളാണ് സാറിന്റെ സിസ്റ്ററിന്റെ അടുത്തുണ്ടായിരുന്നത്. ഹലോ ഏട്ടാ, സിറ്റി സെന്ററില് ചെറിയ ഷോപ്പിംഗിന് വന്നതാ. വിജയ? ആ ഉണ്ട് ഏട്ടാ. ഓക്കെ. ലിസ്റ്റ് കിട്ടീന്ന് നിന്നെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലോ? എനിക്കെല്ലാം മനസ്സിലായി മാഡം. ലോക്കപ്പിലിട്ട് എന്നെ കൊല്ലാനാ. ഞാൻ ചത്താൽ ഈ കാരണം കൊണ്ടാണെന്ന് മാത്രം എന്റെ അച്ഛനോട് പറയില്ല മാഡം, പ്ലീസ്. ഏതെങ്കിലും ആക്സിഡന്റിൽ ചത്താണെന്ന് പറയാവൂ. ഇല്ല സാർ, പെങ്ങളെ കാര്യമായിട്ട് നോക്കാം. അത് ഞാൻ വേണ്ട പോലെ ഡീൽ ചെയ്തോളാം. ഞാൻ എങ്ങനെ നോക്കണ്ടേ? ഞാനാണ് അവളെ കല്യാണം കഴിക്കുന്നത്. സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ നോക്കണം. അളിയനകത്തുണ്ട്. ടിക്കറ്റ് എന്താണ് നിന്റെ പേരിലെടുത്ത്? ഈ ടിക്കറ്റ് ഞാൻ ഓഫീസിൽ കൊടുത്തിട്ടെ 2000 rupees ക്യാഷ്, പിന്നെ 2 days ലീവും. എങ്ങനെയുണ്ട്? അവനടിക്കരുത്. Go back. Back. അളിയനവിടെ ഇരിക്കും. ഇവനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇരിക്കളിയാ. ഞാൻ മര്യാദക്ക് ചോദിക്കാം, നിന്റെ ആ ഫ്രണ്ട് ആണെന്ന് പറടാ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യണം. എന്റെ പേര് മാത്രം പറയലടാ. എന്റെ പേരുടെ കല്യാണം മുടക്കൂടാ. നിന്നോടല്ലേടാ അവന്റെ പേര് പറയാൻ പറഞ്ഞു. ഒന്ന് പറയണം അവന്റെ പേര്. അവന്റെ പേര് പറയാനല്ലേ പറഞ്ഞ. സോറിടാ. അവൻ എന്ത് ചെയ്താലും പേര് പറയില്ല. അവൻ എന്നെ തല്ലിയിട്ട് കാര്യം. ചത്തുപോളി അവൻ. കൊല്ലാനും മാത്രം എന്ത് തെറ്റാളി അവൻ ചെയ്ത? തെറ്റ് ചെയ്തില്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവന്റെ തലക്കെങ്ങാൻ അടിയിട്ടിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ അവൻ തീരില്ലായിരുന്നു. കൊള്ളണമായിരുന്നു. സംഭവിച്ചത് എന്റെ പെങ്ക, നിന്റെ പെങ്കല്ല. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഉടനെ തന്നെ ഇവിടുന്ന് അർജന്റായിട്ട് അളിയനെ നാട്ടിലേക്ക് നീ തിരിച്ചു വിളിച്ചേ പറ്റൂ. ശരി, നീ ഇവിടെ ഫോൺ കൊടുത്തേ. നീ എന്താ പറയാൻ പോകുന്നത് നിന്നോടൊന്ന് പറഞ്ഞു? തിരിച്ചു പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറയാം. ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ അങ്ങ് വരും. ഇതൊക്കെ കുറച്ച് ബാക്കിൽ പറയണ്ടേ? ഡാ, എന്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെ സംസാരിക്കണം നിന്നോട് പറയണം. ഫോൺ കൊടുക്കണ മോനെ, ഞാൻ പറയാന്ന്. ഒരു മിനിറ്റ് അളിയ, നിങ്ങൾക്ക് എന്തോ അളിയനോട് പറയാനുണ്ട്. പറയൂ ശ്രീ. എന്താ വിശേഷം? എന്തൊക്കെയുണ്ട്? വളരെ നല്ല വിശേഷം. അവിടെ എങ്ങനെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നോടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല, ബന്ധുക്കളെ ചിലര് നിങ്ങളെ കുറിച്ചും ഗീതയെ കുറിച്ചൊക്കെ എന്തൊക്കെയോ സംസാരിച്ചില്ലേ? ഇതിനെല്ലാം കാരണം ബസ്സിലുണ്ടായിരുന്ന തെമ്മാടിയ. അവനെ വെറുതെ വിടരുത്. അവനെ കൊന്നിട്ടല്ലാതെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് വരരുത്. ശരിയെന്നാ, ബൈ. എന്താ എല്ലാം ഓക്കെ അല്ലേ? അവളെന്ത് പറഞ്ഞു? സ്നേഹം ഷെയർ ചെയ്യാൻ മാത്രമല്ല ഭാര്യ, പകയും ഷെയർ ചെയ്യാനാ. ശ്രീ എന്റെ പകയും ഷെയർ ചെയ്യ.
ആ തെമ്മാടിയെ കൊന്നിട്ട് ഇവിടുന്ന് തിരിച്ചു ചെല്ലാവൂന്ന് എന്നോട് പറഞ്ഞത്. ഇപ്പൊ ശ്രീയെ ഹാപ്പിയാക്കാൻ വേണ്ടിയെങ്കിലും എനിക്ക് അവനെ കൊല്ലണം. ശത്രുക്കളെ പോലെ ഇങ്ങനെ ദ്രോഹിക്കില്ല ദൈവമേ. ഇനി ഇത് ഞാൻ തന്നെ പറഞ്ഞേക്കാം. എന്തിനാ വെറുതെ മറ്റുള്ളവരും കൂടെ ദ്രോഹിക്കുന്നത്? ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാനാ? ചിലപ്പോ പെങ്ങളുടെ കല്യാണം ക്യാൻസൽ ആയിരിക്കും. അച്ഛൻ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുമായിരിക്കും. ഒരു കാര്യം മാത്രം ഓർമ്മിച്ചു മേഡം, ഈ പാപമല്ല നിങ്ങൾക്ക് മാത്രമാ. ഏട്ടാ, വിജയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. എന്താ വിജയ്? പറയേ വിജയ്. എന്താണെങ്കിലും പറഞ്ഞോ. അത് ഡെസേർട്ട് വളരെ നന്നായിട്ടുണ്ട്. ഓ, കഴിക്കാം. 2 minutes. ഞാൻ ഏതോ ഇമോഷണൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വെച്ച് നിങ്ങൾ ഉടനെ ഏട്ടനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ ശരിക്കും ടഫാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു. ആ, താങ്ക് യു. കോംപ്ലിമെന്റ് തന്നാന്. എന്റെ വിധി. ഇറങ്ങ്. വെറുതെ എന്തിനാ മാഡം? അവര് ചിലപ്പോ കോഫിയോ ടീയോ മറ്റോ തന്നാൽ ഞാൻ കുടിച്ചെന്നിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ എനിക്ക് സംസ്കാരമില്ല, മാനേഴ്സ് ഇല്ല, ക്യാരക്ടറില്ല എന്നൊക്കെ പറയാനല്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം. മാഡം പോയിട്ടോ. ഇപ്പോഴും ഒരു കുറവുമില്ല. എന്ത് പറ്റി മാഡം? കണ്ടോ? ഏട്ടന്റെ മാരേജാ മാഡം. ഓ, കൺഗ്രാറ്റ്സ്. MD സാറിനെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചതായി പറയണം. ഷുവർ, തീർച്ചയായും വരണം. വരാം മോളെ. ബൈ മമ്മി, ഐ വിൽ ബി ബാക്ക് ഇൻ an hour. ബൈ മോളെ. നീനു, നേരത്തെ വരണേ. വൈകിട്ട് അങ്കിളിന്റെ വീട്ടിൽ പോണ്ടതാ. ഓക്കെ മമ്മി. മാം, ഇത് ഷീസ് മൈ ഡോട്ടർ. മാം, എന്നോട് ദേഷ്യം തോന്നില്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ മോളെ? ആക്ച്വലി ഞാൻ ഈ കുട്ടിയുടെ ഒരു ബാഡ് വീഡിയോ കണ്ടിരുന്നു. ശരിക്കും ആ പയ്യൻ എന്റെ റിലേഷനിലുള്ളത്. മാഡത്തിന്റെ മോളെ ട്രാപ്പ് ചെയ്തതാണെന്നാ തോന്നുന്നത്. ഞാനും കണ്ടിരുന്നു മോളെ. ഹലോ സർ, അകത്തേക്ക് പോകരുത് സർ. ഏയ്, ആരോടാ താൻ? നീനു, എന്താ കാര്യം? അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾ ആദ്യം നീനുവിനെ വിളിക്കേ. നീനു, ഇങ്ങോട്ട് ഇറങ്ങി വാ. നീനു, എണീക്ക്. എണീറ്റ് വന്നേ. താനൊന്ന് പുറത്തു പോയേ. ആരോടാ താൻ? ഐ കോൾ ദി പോലീസ്. മാഡം, നിങ്ങളുടെ മോള് പഠിക്കുന്ന കോളേജിലെ ലെക്ചറാണ് ഞാൻ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തു പോകാൻ പറ. നെഞ്ചലാണോ നിനക്ക്? നീ എന്താ ചെയ്തെന്ന് അറിയോ നിനക്ക്? ആ വീഡിയോ അങ്ങനെ പുറത്തു പോയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ഫാമിലി ആയിരുന്നിട്ട് മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാണ്ട് പോയല്ലോ. അതുപോലും ആലോചിച്ചു നീ. ഈ വീടിന്റെ 4 ചുവരിനുള്ളിൽ മാത്രമല്ല ലോകമുള്ളത്, പുറത്തൊരു സൊസൈറ്റി ഉണ്ട്. അത് എന്റെ ഫോണിൽ മാത്രമുള്ളത് നന്നായി. ഐ ലവ് യു. കൊല്ലും നിന്നെ ഞാൻ. ഇത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന. എന്താ ആസ്തിയുണ്ട് നിനക്ക്? ഒരു 100 കോടിയെങ്കിലും വരാം. അല്ല, നിയർലി 1000 ഉണ്ടാവും. ആര് പറഞ്ഞു? മമ്മിയും ഡാഡിയും. ഇനി എന്തൊക്കെ ഉണ്ടെന്ന് കൂടി പറഞ്ഞു കൊടുത്തേക്ക്. ഒരു നിയന്ത്രണവും ഇല്ലാതെ വളരട്ടെ. പാരന്റ്സിന്റെ കയ്യിൽ കുറെ പണമുള്ളതുകൊണ്ട് എന്തും ചെയ്യാന്നുള്ള വിചാരത്തിലാണ് നിങ്ങളുടെ പൊന്നുമോള്. നിനക്ക് ശേഷം വേറൊരു കുട്ടിയെക്കുറിച്ച് നിന്റെ അച്ഛനും അമ്മയും ആലോചിക്കത്തെന്താ? അതാലോചിച്ചിട്ടുണ്ടോ നീ? നിന്നിലുള്ള വിശ്വാസം കൊണ്ടാ. നീ പെൺകുട്ടിയാണെങ്കിലും അവരെ നന്നായി നോക്കുന്നുള്ള വിശ്വാസം. നമുക്ക് ജന്മം തന്നതിന്റെ പേരിൽ അച്ഛനും അമ്മയ്ക്ക് നമ്മൾ വേറൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ മതി. ഞാനും നിന്നെ പോലെ തന്നെ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു. അവളാണ് എന്റെ ജീവിതം, അവളാണ് എന്റെ എല്ലാം ഞാൻ തീരുമാനിച്ചിരുന്നു.
എന്നാൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. അവളുടെ മുമ്പിൽ ഒരു ക്യാരക്ടർ പോലും ഇല്ലാതെ വൃത്തികെട്ടവനായി ഞാനിപ്പോ. ഉണ്ടായ തെറ്റിദ്ധാരണയൊന്നും മാറ്റാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടുമെന്നറിയോ? ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എന്നെയാണോ വേണ്ടത്? ശരി, ഉണ്ടാവും. പ്രോമിസ്. ലൈഫ് ലോങ് നിന്റെ കൂടെ ഒരു വെൽവിഷറായിട്ടും ഫ്രണ്ടായിട്ടും ഞാനുണ്ടാവും. കരയണ്ട. എന്നോട് ക്ഷമിക്കമേ. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിലാണ് ഞാൻ തല്ലിപ്പോയത്. You take care. ഒപ്പീനിയൻ അനുകൂലമാവില്ലെന്ന് അറിയാമായിരുന്നെങ്കിലും എനിക്ക് അവനോട് ഒരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ മോളെ സ്വീകരിക്കുമോന്ന്. ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ നിനക്ക് എഴുതി തരാമെന്ന്. വേറൊന്നും ഞങ്ങൾക്ക് വേണ്ട. ആൺകുട്ടികൾ പെൺകുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാലം ഇത്. But he's not like that. He's something else. ചെറിയൊരു സഹായം വേണം. ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കടപ്പെട്ടിരിക്കും. ഇല്ല മാഡം, ഞാൻ മാറി. കംപ്ലീറ്റ്ലി ഡീസൻ്റാണ്. എന്താ മാഡം ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? നീ പെണ്ണുങ്ങളോട് കൊഞ്ചനാവ് മാത്രമെന്നാ കരുതിയേ? അതെങ്ങനെ? എപ്പോഴും കള്ളം മാത്രല്ലേ പറയൂ? ഞാൻ പറയുന്നത് കള്ളമാണോ സത്യമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ മാഡത്തിന്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളവാ. ഞാൻ ചെയ്യുന്നതാണെങ്കിൽ തെറ്റും. നന്നായി അഭിനയിക്കാനും അറിയാം, സിനിമയിലെ പോലെ. മാഡം കുറച്ച് ലേറ്റ് ആയാലും ശരി, നെക്സ്റ്റ് ടൈം ഞാനൊരു പെൺകുട്ടിയായിട്ട് എന്നെ ജനിച്ചിരിക്കുന്നു. നോക്കോ, എങ്ങനെ സഹിക്കാൻ പറ്റും ഈ ടെൻഷനും ടോർച്ചറൊക്കെ? എനിക്ക് നല്ല വിശപ്പുണ്ട്, വല്ലതും കഴിക്കാം. മാഡത്തിന് എന്താ വേണ്ട? എനിത്തിങ്. വിജയ്, എന്തിനീയകലമിനിയും ഏതു നേരവും നെഞ്ചിൽ നീയെ. ഇത്ര നാൾ നിന്നെ അറിയാൻ ഞാൻ മറന്നേ പോയി. വൈകി വന്നൊരു തിന്നൽ കാതിലെന്തോ പറഞ്ഞിടുന്നേ. അത്രമേലിഷ്ടമെന്നോ നീ അറിഞ്ഞോ കണ്ണാ? വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം ഒന്നു മിണ്ടാൻ. വീണ്ടും 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 ഒന്നു കാണാൻ, കാണും തോറും മോഹം ഒന്നു മിണ്ടാൻ. വാനിലെ മേഘമായി ഇനി ഞാൻ
അവനെ പിടിക്കാതെ ഇവിടുന്ന് വന്നാൽ എന്റെ പ്രസ്റ്റീജ് പോകും. ഇരിക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ബൈ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ പറ. ഗീത, എന്തു പറ്റി? ആർ യു ഓക്കെ? ഏട്ടാ, ഞാനൊരു കാര്യം പറയാം, അത് സമ്മതിക്കണം. നമുക്ക് നാട്ടിലേക്ക് പോവാ ഏട്ടാ. ഏട്ടാ പ്ലീസ്, ശ്രീക്കും ഏട്ടനും ഇത് എത്ര ഇമ്പോർട്ടന്റ് ടൈമാന്ന് എനിക്കറിയാം. ഈ ടൈമിൽ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയാൽ അതിന് ഞാനാ കാരണമെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പ്ലീസ് അന്നയ, വെൽക്കം. അതർത്ത നിന്റെ മോന്തറ ഷേപ്പ് ഞാൻ മാറ്റും. ഈ ടൈമിൽ മാഡം എന്തോ ഇവിടെ? ഒറ്റയ്ക്കാണോ അതോ മാഡത്തിന്റെ ഏട്ടനും ഉണ്ടോ? ഇല്ല, മേടിച്ചു നോക്കണ്ട, ചെന്ന് ഡ്രസ് ഇട്ടിട്ട് വാ. ഒന്ന് വേഗം ആട്ടെ. സോറി മാഡം. മാഡം, എന്താ വല്ല അത്യാവശ്യമുണ്ടോ? ടുമോറോ മോർണിംഗ് നമുക്ക് നാട്ടിലേക്ക് പോണം. പക്ഷെ മാഡത്തിന്റെ ഏട്ടൻ. ഐ ടേക്ക് കെയർ. സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നിന്റെ പെങ്ങളുടെ കല്യാണം വരെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇത് പറയാൻ വേണ്ടിയാണ് മാഡം ഈ ടൈമിൽ ഇത്രയും ദൂരം വന്നേ. ഫോണിൽ പറഞ്ഞ മതിയായിരുന്നല്ലോ. ഇപ്പൊ ഈ എൻക്വയറിയുടെ ആവശ്യം എന്താ? ആർ യു ഹാപ്പി നൗ? ഹാപ്പിയാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ മാഡം? താങ്ക് യു മാഡം. ഹേ, കൺഗ്രാറ്റുലേഷൻസ് ഗോവിൻ. എന്തിന്? എന്തിനെന്നോ? അതേ പെണ്ണ് തന്നെ നിന്നെ ലവ് ചെയ്യുന്നില്ലേ? എന്താന്ന്? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയില്ലായിരുന്നല്ലോ അത്. ആ പെണ്ണ് നിനക്ക് വേണ്ടി നീ അറിയാതെ നിന്നെ വിടാതെ ഫോളോ ചെയ്തോണ്ടിരിക്കായിരുന്നില്ലേ? അവൾ എന്നെ വിടാതെ ഫോളോ ചെയ്യാണോ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യണോ എന്നൊക്കെ ഞാനെങ്ങനെ അറിയാനാ? ഞാനത് അറിഞ്ഞത് അവളുടെ മുത്തശ്ശന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴാ. ശരിക്കും എന്താ മുത്തശ്ശി ഉണ്ടായത്? എനിക്കറിയില്ലടാ, പാറക്കല്ല് പോലെ നിന്ന മനുഷ്യ വെട്ടിയിട്ട പോലല്ലേ താഴെ വീണത്. ആദ്യം നീ കരച്ചിലൊന്ന് നിർത്തി. ഞാനെന്താ എപ്പോഴും ചെറുപ്പം, എപ്പോഴും ഓടിച്ചാടി നടക്കാൻ. ഏതായാലും ഒന്നും പറ്റിയില്ലേ. എന്റെ കൊച്ചുമോന്റെ കല്യാണം നടക്കാൻ പോകുന്നു. അതുപോലെ ഇനി എന്റെ കൊച്ചുമോളുടെ കല്യാണം കൂടി ഒന്ന് കണ്ടാ മതി. എന്റെ ആഗ്രഹവും അതാ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ 2 കല്യാണം ഒരേ മുഹൂർത്തത്തിൽ തന്നെ നടത്താം. അമ്മ എന്തൊക്കെയായി പറയുന്നത്? എന്താടാ, കയ്യിൽ ആവശ്യത്തിന് പണമില്ലേ? ഇതിന് പണം മാത്രം മതിയോ? ഒരു പെണ്ണിന്റെ കല്യാണം നിസ്സാരോ? അതൊന്നും എനിക്കറിയണ്ട. നിന്റെ അച്ഛന്റെ ആഗ്രഹം പോലെ 2 കല്യാണം ഒരുമിച്ച് നടത്തണം. ഇത് എനിക്ക് തരുന്ന വാക്കായിരിക്കണം. ഇങ്ങനെ ധൃതി വെച്ചാൽ അച്ഛാ, നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ വിജയ് ഉണ്ടല്ലോ, അതെ അച്ഛാ, ശ്രീയുടെ ആങ്ങളാ. വളരെ നല്ല പയ്യനാ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛനോടൊന്ന് ഫോണിൽ സംസാരിക്കാം. അവൾക്കും അറിയാവുന്ന പയ്യനാകുമ്പോ ടെൻഷൻ വേണ്ടല്ലോ. നമ്മൾ മാത്രം തീരുമാനിച്ചാ പോരാ, ആദ്യം ഗീതയുടെ ഇഷ്ടം അറിയണം. എന്താടി? എടി മോളെ, എന്താ ചത്തുന്നുള്ള ന്യൂസ് കേൾക്കാൻ വെയിറ്റ് ചെയ്യണോ? എന്താ മാഡം അങ്ങനെയൊക്കെ പറയുന്നത്? അത് ചെറുപ്പം മുതലേ എനിക്ക് ഹോസ്പിറ്റൽ ഐസിയു എന്നൊക്കെ കേൾക്കുമ്പോ വലിയ പേടിയാ. അതുകൊണ്ടാണ് ഞാൻ വരാതെ. അതെന്താ, എന്റെ ഫാമിലി ഐസിയുലാണോ ഉറങ്ങാറ്? ഹോസ്പിറ്റലിലാണോ ഞങ്ങളുടെ താമസം ഭക്ഷണമൊക്കെ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താ, ഇയാളുടെ ഫേസിൽ കുറച്ചുപോലും വിഷമം കാണാനില്ലല്ലോ. ഇതെന്താ മാഡം, ഇതൊക്കെ വളരെ കഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ മുത്തശ്ശന് വല്ലതും പറ്റിയാണ് ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഇങ്ങനെ വേറിട്ട് കാണുന്ന എന്തിനാ? കുറച്ചെങ്കിലും ഹ്യൂമാനിറ്റി ഇല്ല നിങ്ങൾക്ക്? ശരി മാഡം, ഞാൻ വിഷമിച്ചോളാം. എങ്ങനെയുണ്ട് മുത്തശ്ശന്? മരിക്കുമെന്ന് തോന്നിയപ്പോഴാ നിന്നെ കാണണമെന്ന് പറഞ്ഞത്. എന്നെയോ? എന്നെന്തിനാ? അറിയില്ല, ചിലപ്പോ സ്വത്ത് എഴുതി തരാനാവും. ഓ, നിങ്ങൾക്കല്ലേ എഴുതി തരേണ്ടത് മാഡം, എനിക്കെന്തിനാ തരുന്നത്? അല്ലേ, പിന്നെന്തിനാ എന്റെ നിന്റെ എന്നൊക്കെ പറഞ്ഞ?
പോയി മോളെ. ഏതടാ പെണ്ണ്? തലവേദനയാണെന്ന് പറഞ്ഞാൽ ഉടനെ പെണ്ണിനെ കുറിച്ച് ചോദിക്കണമെങ്കിൽ എല്ലാരും ഒരേ മീറ്ററിൽ പോകുന്നു അർത്ഥം. എന്താ എന്താ ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ? അത് നമ്മുടെ മഹിയുടെ മുത്തച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയെന്ന്. എന്താ ഇത്? അച്ഛനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പാവ മുത്തച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ഇങ്ങനെയൊക്കെ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ചുമ്മാ ഇരിടാ. ഇത് അതിനൊന്നുമല്ല. ആ മുത്തച്ഛന് കൊച്ചുമകന്റെ കല്യാണത്തോടൊപ്പം കൊച്ചുമോളുള്ളത് കൂടി നടത്തി കാണണമെന്ന്. ഓഹോ, കല്യാണ ചെലവ് കുറയുന്നതിന്റെ സന്തോഷം കൊണ്ടാണോ അത്? ഒന്ന് പോടാ മരത്തലയാ. എടാ, അവര് ഗീതയെ നിനക്ക് കെട്ടിച്ചേരാൻ പോവാ. ഇപ്പഴേ വിളിച്ച് പറഞ്ഞ് 2 കല്യാണവും ഒരേ മുഹൂർത്തത്തിൽ നടത്താവുന്നു. നീ ശരിക്കും ഭാഗ്യവാനാണ്. എന്താ ഷോക്കായി പോയോ? ആക്ച്വലി ഫോൺ ചെയ്ത് പറയാനാ വിചാരിച്ചേ. ബട്ട് ഐ വാണ്ടഡ് ടു സീ യു. ഈ ന്യൂസ് കേൾക്കുമ്പോ നിന്റെ കണ്ണിലെ തിളക്കം, നിന്റെ എക്സൈറ്റ്മെന്റ്. സോ ഫൈനലി. ഞാൻ ആദ്യമായിട്ട് മാഡത്തിന് 30 ദിവസം മുമ്പ് കോവിലിൽ വെച്ചാ കാണുന്നത്. അവിടെ വെച്ച് മാഡം ഇങ്ങനെ നിന്ന് ദീപങ്ങൾ കത്തിക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം നിന്ന് അമ്പലത്തിൽ ദീപാവലി വിളക്ക് കത്തിക്കുന്നതാ ഓർമ്മ വന്നേ. അതുപോലെ മാഡം എന്റെ ലൈഫിലേക്ക് വന്ന എല്ലാ ദിവസവും ദീപാവലി ആവൂലെന്നാ ഞാൻ വിചാരിച്ചേ. എന്നെ അപ്പൊ ഒന്ന് കാണുമായിരുന്നു മാഡം. എന്റെ കണ്ണുകളിൽ ശരിക്കുള്ള തിളക്കം കാണാൻ പറ്റുമായിരുന്നു. മാഡം, ഞാനിതുവരെ എന്റെ അമ്മയെ കുറിച്ച് മാഡത്തിനോട് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. എന്റെ അമ്മയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, ഇഷ്ടം, സ്നേഹമെല്ലാം. പക്ഷെ അതൊന്നും കാണാനിപ്പോ അമ്മയില്ല. അതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുക. എന്റെ ഭാര്യ വരുമ്പോ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഭാര്യ എന്ന് വെച്ചാൽ അത്ര പ്രധാനമാണ് മാഡം. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, നിങ്ങളിൽ എനിക്ക് എന്റെ അമ്മയെ കാണാൻ കഴിയുന്നില്ല മാഡം. മാഡം, നിങ്ങൾക്ക് ഭർത്താവ് എന്ന് വെച്ചാൽ അലങ്കാരവും ഒരു ആവശ്യമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്റെ ഭാര്യ എനിക്ക് എല്ലാമാ. നിങ്ങൾക്കിപ്പോ വളരെ അർജന്റായിട്ട് മാരേജ് ആവശ്യമായിട്ട് വന്നുകൊണ്ട് വീട്ടുകാരെല്ലാരും കൂടി ആലോചിച്ച് വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ മാഡം ഇത് തീരുമാനിച്ച്. എന്റെ ഭാര്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാവില്ല. 1 and only ഓപ്ഷൻ മാത്രമേ ഉണ്ടാവൂ. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ജനിച്ചവളായിരിക്കണം, എനിക്ക് വേണ്ടി മരിക്കുന്നവളായിരിക്കണം. ഈ ലോകത്ത് ഞാനല്ലാതെ വേറെ ഒരു ചിന്തയും ഇല്ലാത്തവളാവണം എന്നൊക്കെ എന്റെ മനസ്സിൽ. തെറ്റ് എന്റെയാണ് മാഡം, ഒരു തെറ്റ് നിങ്ങളുടെ അല്ല, എന്റെയാ. എന്റെ പഴയകാല സ്വപ്നങ്ങൾ കാരണം ഭയം തോന്നുക മാഡം. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എന്നും ഇക്കഴിഞ്ഞ 10 ദിവസങ്ങൾ പോലെ ആവുമെന്നോർത്ത്. പ്ലീസ് മാഡം, എനിക്ക് കല്യാണം ഇഷ്ടമല്ലെന്ന് മാഡത്തിന്റെ വീട്ടിലോ എന്റെ വീട്ടിലോ ദയവേത് പറയരുത്. എന്താന്ന് വെച്ചാ എന്റെ പെങ്ങളും അവളുടെ മക്കളും മാഡത്തിന്റെ വീട്ടിലാണ് ജീവിക്കേണ്ടത്. എന്തെങ്കിലും പറഞ്ഞു ഈ കല്യാണം ഒന്ന് മുടക്കണം മാഡം, പ്ലീസ്. ഇല്ലെങ്കിൽ ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങളുടെ കല്യാണം നടക്കില്ലെന്നാണെങ്കിൽ പറഞ്ഞാൽ മതി. കണ്ണടച്ച് ഞാൻ താലി കെട്ടിക്കോളൂ. അതൊന്നും വേണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു മാഡം. മിഴിയെത്താ ദൂരം തേടി വഴിമാറിപ്പോകുവതാരാണേ മാഡം. വെറുതെയൊരു നോവും പേരി പിൻവാങ്ങിപ്പോകുവതാരാണേ. ഇനിയെന്നും ശൂന്യതയോ ഈ നിമിഷം തീരുകയോ, പ്രണയത്തിൻ പടിവാതിൽ അറിയാതെ അടയുകയോ, ഹൃദയങ്ങൾ അടരുന്നേ ഇന്നു മുതൽ പിരിയുന്നേ. എന്താടി മോളെ, നിനക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞേ? വാ, എന്നാ ഒരു ഗ്ലാസ് പാല് കുടി. എന്താ മോളെ, എന്തു പറ്റിയടി? എന്തിനു മോളെ കരയുന്നേ? എന്താ പറ്റിയേ?
വിജയ്ക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു മുത്തശ്ശി. അപ്പൊ വിചാരിച്ച പോലെയല്ല, അവനെ നീ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നല്ലേ? എന്താ നീ മിണ്ടാത്തെ? ഇത്ര നേരമായിട്ട് നിന്നോടല്ലേ ചോദിക്കുന്ന? പറയ്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലാവില്ലേ? എന്താ എല്ലാവരും കൂടി നിർബന്ധിച്ച് കെട്ടിക്കാൻ പോവാ? ഇപ്പൊ എന്താണ് ഇങ്ങനെ? നിന്നോട് എല്ലാവരും നിർത്താവോ? പെൺകുട്ടികള് ഇഷ്ടമാണെന്ന് പറയാൻ 100 കാരണങ്ങളുണ്ടാവും. ഇഷ്ടമല്ലെന്ന് പറയാൻ അതിലും കൂടുതൽ കാരണങ്ങളുണ്ടാവും. ഇപ്പൊ അവളെന്താ പറഞ്ഞത്? കല്യാണം വേണ്ടെന്നൊന്നും അവള് പറഞ്ഞില്ലല്ലോ. എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാ വിട്ടിരിക്കുന്നത്. അതെ, ആ ഫോൺ ഇങ്ങ തന്നെ. ആ അമ്മൂമ്മേ, നിന്റെ അനിയൻ എവിടാണെന്നാ പറഞ്ഞത്? യുകെയില്. എന്തേ? യുകെയിലോ മൂക്കയിലോ? അവനോട് വൈകിട്ട് ഇങ്ങ് കയറാൻ പറ, അവന്റെ കല്യാണമാ. അമ്മൂമ്മ എന്റെ പൊന്നു വന്നോടാ. ലണ്ടനിലൊക്കെ പോയിട്ടും നമ്മുടെ നാട്ടുമര്യാദയൊന്നും മറന്നിട്ടില്ല. ഇതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. മൂലയ്ക്ക് കിടന്നുറങ്ങുമ്പോ മൂലാധാരം തന്നെ മറക്കുമെന്നല്ലേ? ഞാനതുകൊണ്ട് മൂലയ്ക്ക് കിടക്കാറില്ല, സെന്ററിലെ കിടക്കാറ്. അല്ല, ഇതാരാ? അനുഗ്രഹിക്കണം മുത്തച്ഛ. മുത്തച്ഛന് സുഖമല്ലേ? സുഖമല്ലേ മോനെ? വരും മുത്തച്ഛ. എക്സ്ക്യൂസ് മീ, ക്യാൻ എവരി വൺ പ്ലീസ് ഫോം എ ലൈൻ? പ്ലീസ്, ഒരു പ്രത്യേക കാര്യമുണ്ട്. ഡോണ്ട് ഹെസിറ്റേറ്റ്, പ്ലീസ് ഫോം എ ലൈൻ. പ്ലീസ്, താങ്ക് യു. ആന്റി, ബ്ലെസ് മീ. അങ്കിൾ, എന്തിനാണ് ഇതൊക്കെയാണ് എന്റെ ഐശ്വര്യമംഗൾ. വേണ്ടെന്ന് പറയരുത്. അനിയനെ കൊണ്ട് പറയല്ല, എന്ത് മര്യാദയല്ലേ? ഗുരുത്വമുള്ളവനാടാ. ഓ, കിഡ്സ് അല്ലേ? എന്നാ എന്റെ അനുഗ്രഹം വാങ്ങിച്ചോ. നന്നായി വരും. വേഗം വാങ്ങിച്ചോ. നന്നാവട്ടെ. നീ മൂലാധാരം മറക്കരുത് കേട്ടോ. എല്ലാവരും ആയില്ലേ? നാണപ്പൻ ചേട്ടോ, ഇങ്ങോട്ട് വാന്നേ. എത്ര നാളായി കണ്ടിട്ട്. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ചേച്ചിക്ക് സുഖമല്ലേ? ഇനി ആരും ബാക്കിയില്ലല്ലോ അല്ലേ? എല്ലാവരുടെയും വാങ്ങിച്ചില്ലേ മുമ്മേ? എന്താണ് ഈ കാണിച്ചത്? വീട്ടിലെ വേലക്കാരന്റെ കാല് തൊട്ട് ആരെങ്കിലും സ്വന്തം അന്തസ് കളയോടാ? Shut up, grandma. You don't have discriminate a person based on color, creed and caste. അയാൾ കഷ്ടപ്പെടുന്നതും സമ്പാദിക്കുന്നതൊക്കെ അയാളുടെ ഫാമിലിക്ക് വേണ്ടിയാ. Before I get into the relation, I want to clear one thing. Please remove these sicky ideas from your stupid old brain. ഓർമ്മകളോ ഓരോന്നായോടിതാ വന്നിടവേ, ഒഴുകിടുമേ പുഴയൊരു നാൾ ഗതി മാറി പോയിടവേ. മനസ്സെന്ന മായാവി വിളി കേൾക്കാതെ മായുന്നേ, കൊഴിയുന്ന മോഹങ്ങൾ കരിയില പോലെ വീഴുന്നേ. പരിഹാരമകലേ പരിതാപമിവിടെ, പറയാതെ പറയും തമ്മിലിടയേ. കരയോടു ചേരാന പൊന്നോളം തിരികെ വരുമോ? എടാ, ഐറ്റംസ് എല്ലാം സൂപ്പറാ. നല്ല ടേസ്റ്റ്. ഗസ്റ്റിന് കൊടുക്കാനുള്ള ആഹാരല്ലേ? ഒന്നും അറിയണ്ടല്ലോ. വന്നപ്പോഴേക്കും ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. തിന്നുന്നവനറിയില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണ്ടേ? എടുക്ക. അമ്മൂമ്മയ്ക്ക് എന്താ മെന്റലായോ? എന്ത് മര്യാദയുടെ കാണിച്ചെന്ന് വല്ല വിചാരമുണ്ടോ? മര്യാദ ആരോട് വേണമെന്നൊക്കെ എനിക്കറിയാം. പിള്ളേരെ, എന്തിനാ ഇങ്ങോട്ട് വന്നത്? തിന്നാൻ വേണ്ടിട്ടാ? അമ്മൂമ്മ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കുറച്ച് ബേസിക് മാനേഴ്സ് കാണിക്കേ. ഇതൂടെ വെച്ചോ. I hate you, grandma. Hello, brothers. Hi, sir. How are you? Hi. എന്റെ ഫ്രണ്ട്സ്. ബ്രദർ, അമ്മൂമ്മ എന്തിനാ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നത്? നേരത്തെ ബസ്സിൽ വെച്ചും കണ്ടു. ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? ഹേയ്, അങ്ങനെയൊന്നുമില്ല സർ. പ്രായമുള്ളവരല്ലേ, വെറുതെ തമാശക്ക്. Come on, I can sense it. ഇന്റൻഷനോടെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്തോ ഉണ്ട്, പറ പ്ലീസ്. ഒന്നുമില്ല സർ. നാളെ രാവിലെ കല്യാണമല്ലേ, അതിനിടയ്ക്ക് എന്തിനാ സർ വെറുതെ? പോയി ഹാപ്പി ആയിട്ട് പറഞ്ഞു. നാളെ ഫ്രഷ് ആയിരിക്കണ്ടല്ലേ? അതല്ല ബ്രോ, നമുക്ക് സോൾവ് ചെയ്യാം. ലിസൺ, ബ്രോ നിക്ക്. അവര് തമ്മിൽ പ്രശ്നം എന്താ? അവൻ പറഞ്ഞില്ല സാർ, ഒന്നുമില്ലെന്ന്. ഒന്നുമില്ല. കള്ളം പറഞ്ഞ എന്റെ തല പൊട്ടിത്തെറിക്കും. പറയാൻ എന്ത് പറയാനാ സാറേ? നിശ്ചയത്തിനെന്ന് 25 പറഞ്ഞിരുന്നത്.
ഇപ്പൊ പറയുന്നു 15 കൂടി ചേർത്ത് 40 കൊടുക്കണം. നിങ്ങൾ അത്ര ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയാണെന്ന്. ഈ 25-15 എന്താ? ലക്ഷങ്ങൾ സാർ. എന്തിന്? സ്ത്രീധനം സാർ. സ്ത്രീധനോ? എന്റെ വീട്ടുകാർ സ്ത്രീധനം ചോദിച്ചോ? ചുമ്മാ ഉരുളാ സാറേ. നിങ്ങളെന്താ ഗാന്ധിജിയുടെ ഫാമിലിയാ? ടോർച്ചർ ചെയ്യല്ലേ ആ പാവങ്ങളെ? പക്ഷെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്തൂടെ? നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം സാർ, ഫൈറ്റും ഡാൻസും ഒക്കെ വേണമെന്ന്. പക്ഷെ ഞങ്ങൾ മിഡിൽ ക്ലാസ്സുകാർ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടുന്നതിന്റെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയൂ. ഇത്ര പണക്കൊതി ആർക്കും പാടില്ല. മനുഷ്യരെ കുറച്ചൊക്കെ മനുഷ്യത്വം വേണം. എനിക്ക് പൈസ താ. പൈസ വേണോ? എടുത്തോടി മോളെ, മൊത്തം എടുത്തോ. എന്റെ പൊന്നാ നീ. ഒത്തിരി സമ്പാദിക്കണമെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചാ പോരാ, പിടിച്ചു വാങ്ങിക്കണം. ശരി അമ്മേ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? മുത്തശ്ശൻ കെട്ടിയപ്പോ ഡവറി എത്ര കൊടുത്തു? നിന്റെ മുത്തച്ഛൻ അത്ര ഗതിയില്ലാത്തനൊന്നും അല്ലായിരുന്നു ഡവറി മേടിക്കാൻ. നമ്മൾ ആർക്കും കൊടുക്കില്ല, നമുക്കെല്ലാവരും തരാൻ വേണം. കൊള്ളാം. അമ്മേ, മൊത്തം 40 പറഞ്ഞത്. 15 വന്നുള്ളൂ, ബാക്കി 25. മൊത്തം കോടിലാന്ന് വെച്ചാണല്ലോ. നാളെ രാവിലെ കല്യാണ പെണ്ണും ചെറുക്കനും മണ്ഡപത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് വന്നോളൂടാ. വരാതെ എവിടെ പോവാനാ? ഇല്ലെങ്കി അപ്പഴത്തെ കാര്യം അപ്പ നോക്കാം. എടാ, ഡവറിയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട് നീ ഇതെവിടെ പോവാ? അതെ, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുള്ള യോഗ്യത പോലുമില്ല. യു യൂത്ത്ലെസ് ബ്ലഡി ബെഗർ. മുത്തശ്ശിയില്ലേ? അവിടെ ഉണ്ട്. ഹായ്, മുത്തശ്ശി എന്ന് വിളിക്കാം. ചേച്ചി ദേ വിളിക്കുന്നു. മുത്തശ്ശി, എന്താ? അച്ഛനെ സ്വർണ്ണം ഇവിടെ തരാൻ പറഞ്ഞു. നാളെ രാവിലെ അളിയനെ ഇടാനുള്ളതാ. സ്വർണം എത്ര തന്നുപോയിട്ട് നിന്റെ അച്ഛൻ സ്വർണം? മുത്തശ്ശി നിക്ക്, ഒരു മിനിറ്റ്. ക്ഷമിക്കണം മുത്തശ്ശി, ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ ഗീതയ്ക്ക് ഞാൻ കറക്റ്റ് ആവത്തുണ്ടോ മുത്തശ്ശി? ഫ്യൂച്ചറിലത്തെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കാവുന്ന മനസ്സിലാക്കും മുത്തശ്ശി. എന്റെ കൊച്ചുമോളെ നിനക്ക് കല്യാണം ആലോചിച്ചത് തന്നെ ഞങ്ങളുടെ കർമ്മദോഷം കൊണ്ടാടാ. നിന്റെ പുന്നാര അളിയനുണ്ടല്ലോ ആ താടി, എന്റെ അളിയൻ വലിയ യോഗ്യനാ, നല്ല സ്വഭാവന്നൊക്കെ പറഞ്ഞ് അവനാ ആലോചന കൊണ്ടുവന്നത്. അപ്പൊ അളിയനാണോ എന്റെ പേര് പ്രപ്പോസ് ചെയ്തത്? പിന്നല്ലാതെ നിന്റെ ചന്തം കണ്ടോണ്ട് ഞങ്ങളും എല്ലാവരും ആണെന്ന് വിചാരിച്ചോ? നീ എവിടെ ആയിരുന്നു? എന്താടാ വല്ലാതിരിക്കുന്നേ? എടാ, അളിയന് ഗീത എനിക്ക് കല്യാണം ആലോചിക്കാനും മാത്രമുള്ള സ്നേഹമുണ്ടോടാ എന്നോട്? തെറ്റിപ്പോയടാ, വല്ലാതെ കുറ്റബോധമുണ്ട് എനിക്കിപ്പോ. അളിയനെ ഇത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുള്ള സത്യം ഞാൻ തുറന്നു പറയാൻ പോവാടാ. പോരുത്. നിനക്കെന്താ ഭ്രാന്താ? കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ അവളുടെ കല്യാണം. അതൊന്ന് കഴിയുന്നവരെ വാ തുറക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. എടാ, അതെന്റെ അളിയനാടാ. തീർച്ചയായും ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട ആളാ. ആ മനുഷ്യനെ ചതിച്ചിട്ട് എനിക്ക് വേറെ എന്ത് നേടാനാടാ? ഇനി ഞാനത് പറയാതിരുന്ന തീരെ ശരിയാവില്ല. പോരുത്. ആ ഡാ, വേണ്ടതൊക്കെ ചെയ്യ്, ഞാനിപ്പോ വരാം. വിജയ്, നീ ഒറ്റയ്ക്കേ വന്നുള്ളോ? വേറൊന്നുമില്ലടാ, ഫ്രണ്ട്സിന് ചെറിയൊരു ബാച്ചിലർ പാർട്ടി വേണമെന്ന്. വാ കം കം. സോറി അളിയ, എനിക്കറിയില്ലായിരുന്നു എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നെന്ന്. എന്ത് പറ്റി വിജയ്? അത് ഗീതയുടെ മാരേജ് ടോപ്പിക്ക് വന്നപ്പോ അളിയനെ എന്റെ പേര് പറഞ്ഞത് മുത്തശ്ശി ഇപ്പഴാ എന്നോട് പറഞ്ഞു. അത് സത്യ വിജയ്, നിന്നെ ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു. വളരെ നല്ല പയ്യനാണെന്ന് തോന്നി. ഗീത നിന്റെ കൂടെ ആണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞത്. പക്ഷേ ആദ്യം ഞാൻ നിന്നോട് സംസാരിക്കണമായിരുന്നു. അളിയ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാളും ഗീതയുടെ പ്രശ്നത്തിൽ നിങ്ങൾ അന്വേഷിച്ച് നടന്നാണ് വേറെ ആരും ഇല്ല അളിയ. ഞാൻ തന്നെ ബസ്സിൽ അങ്ങനെയൊക്കെ ചെയ്തത് ഞാനാ. അതെനിക്കും അറിയായിരുന്നു വിജയ്. ഗീത പറഞ്ഞിരുന്നു അവര് നീയും ചേർന്ന് നാടകം കളിക്കായിരുന്നു. കൊല്ലും ഞാനെന്ന റാസ്കലിനെ. ഏട്ടാ പ്ലീസ്,
ഏട്ടൻ ഒന്ന് ഇവിടെ ഇരിക്കെ. ഒരു 5 മിനിറ്റ്സ് ഏട്ടാ. ഏട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇരിക്കെ. പറ, എന്താ പറയാനുള്ളത്? എന്തിനാ ദേഷ്യപ്പെടുന്നേ? വിജയുടെ പേരിൽ കംപ്ലൈന്റ് ചെയ്ത ഞാനല്ലേ? ഇത്ര നാള് ഞാനും വിചാരിച്ചു അവനൊരു ഫ്രോഡാണെന്ന്. അവനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവനെ കുറിച്ചെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ ദേഷ്യമൊക്കെ അവനോടുള്ള സ്നേഹമായി മാറിയേട്ടാ. വിജയ് വളരെ നല്ലവനാ. ഇത്ര നാളും അവൻ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് എത്ര പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല. ചീത്ത പറഞ്ഞു, അപമാനിച്ചു, കരയിപ്പിച്ചു. അതെല്ലാം സഹിച്ചത് ചെയ്തു പോയ തെറ്റോർത്തല്ലേ. അവന് വേറെ വഴിയില്ലാഞ്ഞിട്ട് തീർച്ചയായും രക്ഷപ്പെടാമായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം എന്നോടുള്ള സ്നേഹമാണെന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. നമ്മുടെ MDയുടെ മോളെ തല്ലിയതുപോലെ ചെകിട്ടത്തിട്ടൊന്ന് തന്നിട്ട് കാര്യം മനസ്സിലാക്കടി പെണ്ണെന്ന് അവൻ പറഞ്ഞെങ്കിൽ എനിക്ക് മനസ്സിലായനെ. എന്നെ സഹിക്കുകയായിരുന്നു പാവവൻ. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യ ഒരു ശാഠ്യക്കാരിയാണെങ്കിൽ ആര് സഹിക്കില്ല? പക്ഷെ അവൻ സഹിക്കും. ഭൂമി ദേവിയെക്കാളും വലിയ ക്ഷമയുണ്ടേട്ടാ അവന്. ഇത്ര നല്ലൊരു ഭർത്താവിനെ ഏത് പെൺകുട്ടിക്ക് കിട്ടുവേട്ടാ? അതുകൊണ്ട് ഞാൻ അവനെ ഇത്ര അധികം സ്നേഹിക്കുന്നത്. ഗീതയ്ക്ക് നീ ചോയ്സ് അല്ല വിജയ്, വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ. നിനക്ക് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ പാവം അവള് ഇപ്പോഴും കരയാ. ഞാൻ ചോദിച്ചു, എന്തിനാ ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് ഇത്ര വിഷമിക്കുന്നതെന്ന്. അവളെന്താ പറഞ്ഞെന്നറിയോ? അവൻ എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അവനെ ഇഷ്ടമല്ല ഏട്ടാന്ന്. വിജയ്, ഞാനിപ്പോ ഒരാളെ Life is not all about money. Geeta, in our future... മാഡം പ്ലീസ് മാഡം ഒന്ന് വരൂ. അവനെന്തിനാ വിളിക്കുന്നത്? ഏയ് ഒന്നുമില്ല, സംസാരിച്ചോളൂ. എനിക്കെല്ലാം അറിയാം, ചെന്ന് സംസാരിക്കേ. അതിന്റെ ആവശ്യമില്ല. ഇവിടെ നടക്കുന്നതൊക്കെ എനിക്കറിയാം, ചെന്ന് സംസാരിക്കേ. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് മാഡം. ഗീത, ഇപ്പൊ ഇത് നിങ്ങളുടെ ഫാമിലി മാറ്ററാ, അതുകൊണ്ടാണ് ഞാൻ ഇടപെടാത്തത്. ബട്ട് ആഫ്റ്റർ വെഡിങ് ഐ ആം നോട്ട് ഗോയിങ് ടു എന്റർടൈൻ സച്ച് നോട്ടറസ് ബിഹേവിയർ. എന്ത് പറ്റി ചേട്ടാ? എല്ലാം എനിക്കറിയാം. ചെല്ല്. മാഡം മാഡം ഒന്ന് നിൽക്ക് മാഡം. എന്താ മാഡം? സോറി മാഡം, എനിക്കറിയില്ലായിരുന്നു നിങ്ങൾക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. എന്നോട് ഇപ്പോഴെല്ലാം പറഞ്ഞത്. അയ്യോ സാർ, എന്താ സാർ നിങ്ങളും നിങ്ങളുടെ സങ്കല്പങ്ങളും? ഞാൻ വെറും 3rd ഗ്രേഡ് സിറ്റിസൺ. കാര്യമാക്കണ്ട സാർ. സോറി സാർ. എന്താ സാർ ഇവിടെ ഒറ്റയ്ക്കിരിക്കില്ല? മാഡം ഇപ്പോഴല്ലേ മാഡം ഞാൻ എല്ലാം അറിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം മാഡം. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്യും മാഡം. മാഡം ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യും. ഈ കല്യാണം ക്യാൻസൽ ചെയ്യും. അവന്റെ അവസ്ഥ ആർക്കും വരരുത് സാർ. ഇപ്പൊ അവിടെ എന്താ നടക്കുന്നത്? പറയാം സാർ. മാഡം പ്ലീസ് മാഡം, നിങ്ങളുടെ മുത്തശ്ശിയോടൊന്ന് പറയൂ മാഡം. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ചോദിച്ച പണം മുഴുവൻ തരാം. ഇതിന്റെ പേരിൽ എന്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങിയാൽ അവളുടെ ജീവിതം നശിച്ചു പോകും മാഡം. നിനക്കെന്താ ഭ്രാന്താ? നാളെ നേരം വെളുത്ത കല്യാണോ? ഞങ്ങൾ പറഞ്ഞതിൽ മാറ്റമില്ല. ക്യാഷ് തന്ന അപ്പ കല്യാണം. ഇനി ഞാൻ പറയാം. ഇത്ര ഗതിയില്ലാത്തവരാണെങ്കിൽ എന്തിനാ കല്യാണം കഴിപ്പിക്കുന്നത്? നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താൻ നാട്ടുകാർ ആവശ്യപ്പെട്ടോ? പണമില്ലാത്തവർ അങ്ങനെ ജീവിക്കണം, അവർക്ക് സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ല. ഇതല്ലേ പറഞ്ഞത്? സാർ എക്സാക്ട്ലി സാർ. ശരിയാക്കി തരാം. അൺസിവിലൈസ്ഡ് ബ്രൂട്ട്സ്. എനിക്കിനി ഒന്നും ചെയ്യാനില്ല. മാഡം ദയവ് ഇത് ഞാൻ പറയുന്നത് കേൾക്കും മാഡം, പ്ലീസ്. വിട്, കൈവിട്, മാറ്. മാഡം നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മാഡം. എന്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോടാ എന്റെ വിഷമം?
നിനക്ക് മനസ്സിലാവില്ല, നിനക്കത് മനസ്സിലാവില്ല. അന്ന് നീ എന്നോട് തുറന്ന് സംസാരിച്ചത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നു, ഈ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങടെ കല്യാണം നടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കൊള്ളാന്ന്. അതായത് എനിക്കൊരു ക്യാരക്ടർ ഇല്ലെന്ന്. നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്ന പോലെയല്ലേ അത്? അങ്ങനെയൊന്നുമല്ല മാഡം. എനിക്കിപ്പോ എന്താ സംസാരിക്കേണ്ടെന്ന് പോലും ശരിക്കറിയാം. തെറ്റായിപ്പോന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി മനസ്സിലായില്ല. മനസ്സിലായി. നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ മുതൽ നീ എന്നെ എപ്പോ പ്രപ്പോസ് ചെയ്താലും അപ്പ ഓക്കെ എന്ന് പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. എന്താന്ന് വെച്ചാ എപ്പോഴും ഈ നിഷ്കളങ്കമായ മുഖത്തോടെ മാഡം മാഡം പ്ലീസ് മാഡം പ്ലീസ് മാഡം സോറി മാഡം പ്ലീസ് മാഡം ഇങ്ങനെ പറഞ്ഞ ആരാടാ വീഴാത്ത? ദേഷ്യപ്പെടുമ്പോഴും ഷൗട്ട് ചെയ്യുമ്പോ പോലും ഒന്നും മിണ്ടാതെ അപമാനിക്കുമ്പോഴും എന്റെ പെണ്ണല്ലെന്ന വിചാരത്തില് നിന്നെ പോലൊരുത്തന്റെ മുന്നിൽ ഏത് പെണ്ണാടാ വീണു പോവാത്ത? ഞാനും വീണുപോയി. ഇത് തലവിധി. പരിചയപ്പെട്ടപ്പോഴും ഉമ്മ തന്നപ്പോഴും അറിയായിരുന്നല്ലോ എന്നെ ഇഷ്ടമാണെന്ന്. എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോ നിനക്കെന്നെ വേണ്ട, കാലം കൊണ്ട് തൊഴിച്ചറിഞ്ഞില്ലേ? നീ ഒന്നും പുറത്ത് കാണിച്ചില്ല. നീ ഒരു സെൽഫിഷ്. I mean it. You're a selfish rascal. വിജയ്, എനിക്കെന്നല്ല ഏതൊരു ഭാര്യയ്ക്കും തന്റെ ഭർത്താവിന്റെ അമ്മയാകാൻ കഴിയില്ല. അമ്മ എന്നാൽ നേച്ചർ, പ്രകൃതി, ദൈവം. അമ്മ വരുന്ന പെണ്ണിനെ അമ്മയാക്കി മാറ്റാൻ ശ്രമിച്ചു നോക്ക്. ഗുഡ് ബൈ. സത്യോ? ഹാഫ് കൊണ്ടൊന്നും ആവില്ല. ബോട്ടിലെല്ലാം എടുത്തോ. ഞാൻ ഡാഡിയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. മാഡം ഇപ്പോഴത്തെ ടോപ്പിക്ക് മതിയോ? പിന്നെ വേറെന്ത് ചെയ്യാനാ? നീയല്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞത്. അതെ മാഡം. 1 മണിക്കൂർ കഴിഞ്ഞ അവളുടെ കല്യാണം. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. ശരി, ഒരു ഐഡിയ പറയാം. എന്താ ചെയ്യാവോ? എന്താ പറയും മാഡം? വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇത് ബെസ്റ്റ് ഐഡിയ ആണല്ലോ മാഡം. ഇനി ഞാൻ കാണിച്ചു തരാം ഈ വിജയ് ഗോവിന്ദ് ആരാണെന്ന്. നോക്കിക്കോ മാഡം, എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. ഹലോ, ആ മേക്കപ്പ് ഒന്ന് നിർത്തി വയ്ക്ക്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ പറയാം. ആ ഗോൾഡൊക്കെ എടുത്ത് ഭദ്രമായിട്ട് പെട്ടിയിൽ വെച്ച് പാക്ക് ചെയ്യാം. എന്താടാ മോനെ? ഈ കല്യാണം ഇവിടെ നടക്കില്ല. എന്തിനെത്ര സീരിയസ് ആയിട്ട് നോക്കണേ? നീ ഇങ്ങനെ നോക്കിയാൽ ഞാൻ വരയ്ക്കുന്ന കാലമൊക്കെ അങ്ങ് പോയി. അത് തന്നെ. നമസ്കാരം. ശരി. തിരുമേനി തൽക്കാലം മന്ത്രം നിർത്തിക്കേ. എന്ത് ചെയ്യാൻ പോടാ ഇവൻ? ആദ്യം നിങ്ങൾ അതൊന്ന് നിർത്തിക്കേ. അളിയൻ എഴുന്നേറ്റ് ഒന്നെനിക്ക് ഞാൻ പറയട്ടെ. വിജയ്, എന്താ എന്ത് പറ്റിയടാ? നീ മിണ്ടാതെ അവിടെ ഇരുന്നോളാം. അളിയ എനിക്ക് പറയട്ടെ.
എടാ വിജയ്, എന്തു പറ്റിയടാ? അച്ഛാ, ഒരു 5 മിനിറ്റ് സമാധാനത്തോടെ നിൽക്കാവോ പ്ലീസ്? എന്റെ അളിയാ, അളിയനെ രക്ഷിക്കണം അളിയാ, അളിയ പ്ലീസ് അളിയാ, അളിയ പ്ലീസ്. എന്താ ഇത്? എന്താ വിജയ്? എന്നെ രക്ഷിക്കണം അളിയാ, അളിയ പ്ലീസ് അളിയാ, അളിയ പ്ലീസ് അളിയ, എന്നെ രക്ഷിക്കണം അളിയാ. എണീക്ക് വിജയ്, എല്ലാരും നോക്കുന്നു. പ്ലീസ് അളിയാ. ഇത് വളരെ മോശമാ. എണീക്ക്, നീ എന്തായി കാണിക്കുന്നത്? അളിയ രക്ഷിക്കണം അളിയാ. എണീക്ക്. അളിയ എന്ത് ചെയ്യാനാ സാർ? ചെയ്യാൻ പറ്റുള്ളൂ അളിയാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളിയ പ്ലീസ് അളിയ, അളിയ പ്ലീസ്. പറയുന്നത് കേൾക്ക്. അളിയ എണീക്ക് സമ്മതിച്ചാലും വിജയ്. ഞാൻ എണീക്കോളൂ അളിയ. യെസ് എന്നൊന്നും പറയളിയാ. ഇപ്പൊ യെസ് എന്ന് ഞാൻ എങ്ങനെ പറയുന്നത്? പ്ലീസ് അളിയ. ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ നീ ആലോചിക്കണമായിരുന്നു. ഒന്നും പറയളിയാ. അളിയ പ്ലീസ്. എണീക്ക് വിജയ്, എണീക്ക്. പ്ലീസ് അളിയ. കിഷോർ, അളിയ ഒന്നും സമ്മതിക്കില്ല. ഏയ് കിഷോർ, എന്തുപറ്റിടാ? അളിയ പ്ലീസ് അളിയ. ഇത്ര സംസ്കാരമില്ലാത്തവരുമായിട്ടാണ് എനിക്ക് സമ്മതം ഉറപ്പിച്ചത്. ബേവക്കൂഫ്. അളിയ, അളിയ, അളിയ പ്ലീസ് അളിയ. എവിടെ പോവാടാ? ഇതിനെല്ലാം കാരണം ഇവർ ഒറ്റ ഭ്രാന്താണോ? ശ്രീധരത്തിന്റെ പേരിൽ ഒരു പാവം ചെറുക്കനെ അളിയെ സഹായിക്കളിയ. ഗീത എനിക്ക് തരുമെന്നൊന്നും പറയളിയ. എല്ലാരും നോക്കുന്നതാ. വിജയ്, വിജയ്, നിന്റെ കല്യാണം ഹാപ്പി ആയിട്ട് നടക്കാൻ പോവല്ലേ? ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യടി. മാഡം എന്തായത് മാഡം? ഇങ്ങനെ മിണ്ടായിരിക്കുന്ന എന്തിനാ മാഡം? അളിയ പ്ലീസ് അളിയ, സമ്മതിക്കളിയ. ഗീത എനിക്ക് താളിയ. മാഡം നീയും കൂടി ഇത് പറയും മാഡം. എനിക്ക് മാത്രമല്ല, നിനക്കൂല്ലേ റെസ്പോൺസിബിലിറ്റി? അളിയ പ്ലീസ് അളിയ, ഗീത എനിക്ക് താളിയ. വിജയ് എണീക്ക് വിജയ്, പ്ലീസ്. ഇല്ല അളിയ, ഞാൻ എണീക്കില്ല അളിയ. ഗീത എനിക്ക് തരാന്ന് പറയുന്നത് ഞാൻ എണീക്കില്ല അളിയ. പ്ലീസ് അളിയ, പ്ലീസ് അളിയ, പ്ലീസ് 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 അളിയ പ്ലീസ് അളിയ, ഇത് സമ്മതിക്കും. പ്ലീസ്. ഇഡിയറ്റ്. താങ്ക് യു മാഡം. നാണമില്ലാത്തവൻ. നേരെ അങ്ങോട്ട് ചെല്ലും. അത്രയും പേരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് കളി എന്റെ കാലിലേക്ക് വീണു. അവളെ തരാന്ന് പറയുന്നത് വരെ എണീക്കരുത്. ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ശരിയാക്കി തരാം. Arrest those criminals, especially this old lady. എന്താ പ്രശ്നം? ഡൗറി ഹറാസ്മെന്റ് കേസിൽ നിങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യാൻ പോവാ. ഡൗറി അങ്ങനൊന്നുമില്ലല്ലോ. എന്റെ പൊന്നമ്മാവ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അറിയാതെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഇപ്പൊ മണി പോലെ പുറത്തു കൊണ്ടുവരും. എവിടെയാ ചെറുക്കൻ? ബ്രദർ, ഗീത, ഗീത, ഗീത.